സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഏടുകളിലല്ല മനസ്സുകളിലാണ് സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് നാം പറയുകയുണ്ടായി. ഖുർആൻ കേവലം ഏടുകളിലല്ല സൂക്ഷിക്കപ്പെടുകയും അത് പ്രാവർത്തികമാക്കപ്പെടുകയും ചെയ്യേണ്ടത്. കടലാസിലിരിക്കുന്ന വരികൾ കൊണ്ട് പ്രസക്തിയില്ല എന്ന് നാം സൂചിപ്പിച്ചിട്ടുണ്ട്, പല സന്ദർഭങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. കടലാസിലെ അക്ഷരങ്ങളോ വചനങ്ങളോ പദങ്ങളോ അല്ല, മറിച്ച് അത് ജീവിതത്തിൽ മനുഷ്യന്റെ മനസ്സുകളിലും ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ആ ആശയം സജീവമാവുക എന്നാണ് സൂചിപ്പിക്കാൻ. ഈ ഒരു ആശയം സൂചിപ്പിക്കുന്ന വചനങ്ങളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. ഇപ്പോൾ ദാലിക്കൽ കിതാബു എന്ന് പറയുന്ന ആ കാര്യത്തിൽ തന്നെ പണ്ഡിതന്മാർക്കിടയിൽ പല ചർച്ചകളുണ്ട്. ദാലിക്കൽ കിതാബു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ പറഞ്ഞ ഈ ഗ്രന്ഥം എന്ന് പറയും. ദാലിക്കാന്ന് ചൂണ്ടിയിട്ട് ഈ ഗ്രന്ഥം എന്ന് പറയുമ്പോ എന്നിട്ട് പിന്നെ പറയുന്നത് ഫീഹി, അതിൽ സംശയമില്ല എന്നാണ്. ഇത് ഗ്രന്ഥമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ സംശയമില്ല എന്നാ പിന്നെ പറയേണ്ടത്. അത് ഗ്രന്ഥമാണ് അതിൽ സംശയമില്ല എന്ന് പറയുകയാണെങ്കിൽ ആ വാചകത്തിന് യോജിപ്പുണ്ട്. ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞിട്ട് ഇത് ഗ്രന്ഥമാവുന്നു, ലാ റൈബ ഫീഹി, അതിൽ സംശയമില്ല എന്ന് പിന്നെ പറഞ്ഞു. അപ്പൊ അർത്ഥത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഈ വൈരുദ്ധ്യങ്ങൾ നമുക്ക് അർത്ഥത്തിൽ കാണാൻ കഴിയും പണ്ഡിതന്മാർക്കിടയിൽ. അവർക്ക് ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഇത് എവിടുക്കാൻ ചൂണ്ടാണ് യാതൊരു അന്തമില്ല. കാരണം മുമ്പ് ഗ്രന്ഥം ഇറങ്ങിയിട്ടില്ല, ഇനി ഗ്രന്ഥം ഇറങ്ങിയ താഴെ പറയുന്നതാ ഗ്രന്ഥം. അപ്പൊ ദാലിക്ക അതാണെന്ന് പറഞ്ഞാൽ പിന്നെ എവിടുക്കാതെ ചൂണ്ടാന്നൊരു അന്തല്ലാതെ അവസാനം ഇടങ്ങാറായിട്ട് പ്രയാസപ്പെട്ടിട്ട് പിന്നെ ഇത് ഗ്രന്ഥമാവുന്നു എന്ന് പറഞ്ഞ് ഒപ്പിച്ചു പോയതാണ്. അപ്പോ ആ രംഗത്ത് തന്നെ തർക്കമുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോ വേദം എന്ന് പറയുന്നത് മനുഷ്യരുടെ മനസ്സുകളിലും അവരുടെ പ്രവർത്തനങ്ങളിലും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഏടുകളിൽ ഈ കടലാസ് അല്ല, കടലാസുകളിൽ സംരക്ഷിക്കപ്പെടേണ്ടതല്ല, അക്ഷരങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടതല്ല അൽ കിതാബ്, വേദം എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അവിടേക്കാണ് ഞാൻ സൂചന നൽകുന്നത്. ശരിക്കും ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ അത് വേദമാവുന്നു എന്ന് തന്നെയാണ് അർത്ഥം. കാരണം നിരവധി ആശയങ്ങൾ മുമ്പ് പറഞ്ഞുപോയി. ഒന്നും വേണ്ട, ബിസ്മി തന്നെ മാത്രം മതി ദാലിക്കൽ കിതാബ് എന്ന് ചൂണ്ടാൻ, വേറെ ഒന്നും വേണ്ട. ബിസ്മിയിൽ തന്നെ 1000 1 കോടി കാര്യങ്ങളാണ് ബിസ്മിയിൽ തന്നെ അടങ്ങിയിട്ടുള്ളത്. ഈ വേദത്തിന്റെ ആകത്തുക അതാണ് പറയുന്നത്. ഏതേത് അധ്യായങ്ങളുടെ മുമ്പിലുമുണ്ട് ഒരു ബിസ്മി ഉണ്ടാവും. കാരണം ഏത് അധ്യായത്തിന്റെയും ആകത്തുക ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. കാരണം റഹ്മാനും റഹീമുമായ അള്ളാഹു എന്ന് പറയുന്ന ഈ പരിധിക്കപ്പുറത്ത് നിന്ന് വേദത്തിന് പുറത്തു പോകാൻ കഴിയില്ല. ഈ ആശയത്തിന്റെ അപ്പുറത്തേക്ക് ലോകത്തെ ഒരു വസ്തുവിനും പുറത്തു പോകാൻ കഴിയില്ല. അത് ചിന്തിച്ചാൽ അറിയാം. ഈ റഹ്മാൻ റഹീം എന്ന് പറയുന്ന ഈ വിശേഷണങ്ങൾക്കപ്പുറം അതാണ് ഈ അൽ കിതാബിന്റെ ആകത്തുക. അതാണ് അൽ കിതാബിന്റെ ആകത്തുക റഹ്മാനും റഹീമുമാണെന്നത്. ഈ പ്രപഞ്ചം തന്നെ കോടാനുകോടി വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ ആ വസ്തുക്കളുടെയൊക്കെ ആകത്തുക ഈ റഹ്മാനും റഹീമിൽ അന്തർലീനമാണ്, ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ റഹ്മാനും റഹീമും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് നമ്മൾ പാരമ്പര്യമായി പറയുന്ന അർത്ഥം ശരിയാണ്, ഒരു ഏകദേശമൊക്കെ ശരിയാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ നിരുപാധികമായിട്ട് ഒരു ഉപാധിയുമില്ലാതെ കരുണ ചെയ്യുന്നവൻ, അത് അവന്റെ വിശേഷണമാണ്, അത് അവന്റെ ഗുണമാണ്. ഒരാളിൽ അള്ളാഹുവിന്റെ ഗുണമാണ് ഈ റഹ്മാൻ എന്നുള്ളത്. മറ്റത് റഹീം എന്നുള്ളത് അവന്റെ പ്രവർത്തനവുമാണ്. അത് പാരമ്പര്യമായിട്ടാണ് അങ്ങനെ പറയുന്നത്. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും കരുണ ചെയ്യുന്നവൻ റഹ്മാൻ, വഴിപ്പെട്ടവർക്ക് മാത്രം കരുണ ചെയ്യുന്നവൻ റഹീം. ആ ആശയം ശരിയാണ് ഏകദേശം. കാരണം റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ വിശേഷണമാണത്. അത് ഒരു ഗർഭസ്ഥ ശിശു, അത് ഹിന്ദുവിന്റെ ഗർഭത്തിലാണെങ്കിലും മുസ്ലിമിന്റെ ഗർഭത്തിലാണെങ്കിലും ജൂതന്റെ ഗർഭാശയത്തിലുള്ളതാണെങ്കിലും ഇനി ദൈവത്തെ നിഷേധിക്കുന്നവന്റെ ഗർഭാശയത്തിലുള്ള കുട്ടിക്കാണെങ്കിലും ദൈവത്തിന്റെ സംരക്ഷണം കിട്ടും. അതവന്റെ റഹ്മാനിയത്താണ്.
ഈ പ്രപഞ്ചം, അതാണ് ആ ഒരു റഹ്മാൻ. ഈ രണ്ട് വിശേഷണങ്ങളാണ് ഈ പ്രപഞ്ചം മുഴുവൻ. നിങ്ങൾ ചിന്തിച്ചാൽ മതി. ബാക്കി ഞാൻ പറയണില്ല. നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ ഇതിന്റെ ആകത്തുകയാണ് ഈ പ്രപഞ്ചത്തിലെ സർവവും എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഈ റഹ്മാനും റഹീം എന്ന് പറയുന്ന ഈ രണ്ട് ഗുണങ്ങളുടെ ആകത്തുകയാണ് ഈ പ്രപഞ്ചം മുഴുവൻ. ഈ നാം ശ്വസിക്കുന്ന ഈ വായു, അത് ഒരു ദൈവനിഷേധിക്കും കിട്ടും, ഒരു മുസ്ലിമിനും കിട്ടും, ഒരു കാഫറിനും കിട്ടും. ദൈവത്തിന്റെ പ്രകൃതിദത്തമായ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കിട്ടും. അതാണ് റഹ്മാൻ എന്ന് പറയുന്നത്. അതിൽ വിവേചനമല്ല. പിന്നീട് ഇത് ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് അവന്റെ റഹീം. അതാണ് അവന്റെ പ്രവർത്തനത്തിലുള്ള കാരുണ്യം. പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ഗുണപരമായ ഫലം അവന് കിട്ടാൻ അതിനും ദൈവികമായ വ്യവസ്ഥിതി ഇവിടെ ആവശ്യമാണ്. അതാണ് റഹീം എന്ന് പറയുന്നത്. മറ്റത് എല്ലാവർക്കും ഉണ്ട്. സൂര്യപ്രകാശം, സൂര്യന്റെ പ്രകാശം ആർക്കും ഒഴിവല്ല. അത് ദൈവിക അനുഗ്രഹങ്ങളെ മുഴുവൻ തള്ളിക്കളയുന്ന, ദൈവത്തിന്റെ അസ്തിത്വത്തിന്റെ തന്നെ മുഴുവൻ നിഷേധിക്കുന്ന, അതിനെ പാടെ നിരാകരിക്കുന്ന ആൾക്കും അതിന്റെ അനുഗ്രഹം കിട്ടും. സൂര്യപ്രകാശം എല്ലാവർക്കും കിട്ടും. ഇങ്ങനെ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളിലും ഈ റഹ്മാനിയത്ത് ഒതുങ്ങിയിട്ടുണ്ട്. അതാണ് ദാലിക്കൽ കിതാബ് എന്ന് പറയുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ ഈ റഹ്മാനും റഹീമിയത്താവുന്ന ഈ വേദം, അതാണ് പ്രപഞ്ചം തന്നെ ഒരു വേദമാണ്. ഒരു ഫാത്തിഹ സൂറത്തല്ലേ ഉള്ളൂ ഇറങ്ങിയിട്ടേ നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമല്ല. ഫാത്തിഹ സൂറത്തിൽ തന്നെ കാര്യങ്ങൾ എത്ര അടങ്ങിയിരിക്കുന്നുണ്ട്. അത് വേദമാണ്. അത് ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇത് ആ വിഷയമല്ലെന്നിപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്ന വിഷയം അതിലേക്ക് പോകുള്ളൂ. അതൊരു സൂചന നൽകി എന്നുള്ള ഈ വേദത്തെ നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുകയും എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കും. ഇപ്പൊ നമ്മുടെ കണ്ണ്, ഞങ്ങൾ പോരുമ്പോൾ ഇങ്ങനെ സംസാരിച്ചു ഞാനും ആദ്യം. അപ്പൊ ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണാം, ചെവി കൊണ്ട് കേൾക്കാം. അതിനൊരു പ്രത്യേക വോളിയത്തിൽ സെറ്റ് ചെയ്തിട്ടാണ് ചെവിയൊക്കെ. ഇവിടെ കോടാനുകൂടി വളരെ മൈന്യൂട്ടായ, വളരെ നിസ്സാരമായ സൗണ്ടുകൾ നമ്മൾ നാലുപുറം നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കേൾക്കണില്ല. ഭീകരമായ ശബ്ദങ്ങൾ ചുറ്റുപാടും നടക്കുന്നുണ്ടാവും, പക്ഷെ അതും കേൾക്കണില്ല. ഇത് രണ്ടും നടുവിലൊരു ബാലൻസ് ചെയ്തിട്ടാണ് അള്ളാഹു നമ്മുടെ ചെവിയെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ദൈവത്തിന്റെ റഹ്മാനിയത്താണ്. ഇനി ആ ചെവി ഉപയോഗിച്ച് നല്ലത് കേട്ട് നല്ലത് കേൾക്കുകയും ആ കേട്ടതിൽ നിന്ന് നല്ലത് വേർതിരിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ ആ ദൈവത്തിന്റെ പ്രകൃതിയിൽ നിന്നുള്ള ഗുണഫലങ്ങൾ നമുക്ക് കിട്ടും. അത് പ്രവർത്തിച്ചാൽ കിട്ടുന്ന ദൈവത്തിന്റെ കാരുണ്യം, അത് റഹീം എന്ന് പറയുന്ന അവന്റെ ഗുണത്തിന്റെ ഭാഗമാണ്. അതാണ് പ്രവർത്തനത്തിന്റെ ഭാഗം. ഇങ്ങനെ ഓരോന്നും ഇപ്പൊ നമ്മുടെ രക്തസമ്മർദ്ദം 80ന്റെയും 120ന്റെയും ബാലൻസ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കണ ആരാ? ഇത് അവന്റെ റഹ്മാനിയത്താണ്. ഇത് ഞാനിങ്ങനെ പറഞ്ഞാൽ ഞാനല്ല, ഇതൊരു അറിവുള്ള ഒരാൾക്ക് കിട്ടിയാൽ ഒരു 3000 കൊല്ലം പറഞ്ഞാലും തീരാത്ത ഒരു വിഷയമാണ്. ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞാൽ ചൂണ്ടാനുണ്ടോ, ചൂണ്ടാൻ മാത്രം ഉണ്ടോ നിങ്ങൾക്ക് അപ്പൊ തോന്നിപ്പോ. ദാലിക്കൽ കിതാബ് ചൂണ്ടാനുണ്ട്. അതാണ് വേദത്തിന്റെ സത്ത, അതാണ് വേദം. ഇത് തിരിച്ചറിഞ്ഞ് തന്റെ പ്രവർത്തനങ്ങളെ മാനവരാശിക്ക് കരുണയുള്ളതും സ്നേഹമുള്ളതും നന്മയാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ് വേദത്തിന്റെ ആകത്തുക. ഇതാണ് വേദത്തിന് പറയാനുള്ളത്. വേറെ ഒരു തലകുത്തി മറിയേണ്ട വിഷയം ഇതിൽ പറയാനില്ല. വേറെ ഒരു ചൊറിയേണ്ട വിഷയം ഇതിൽ പറയാനില്ല. വേറൊന്നുമില്ല. മനുഷ്യ ജീവിതത്തെ എങ്ങനെ നന്നാക്കിയെടുക്കാം എന്നുള്ളതിന്റെ ആകത്തുക അത് ഈ റഹ്മാനിലും റഹീമിലും അന്തർലീനമാണ്. അതാണ് ദാലിക്കൽ കിതാബ്. ഇതാണ് വേദത്തിന്റെ തത്വസംഹിത. വേദ തത്വസംഹിത ലോകത്തോട് പറയുന്നത് ഇതാണ് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഓരോന്നും, നമ്മുടെ രക്തസമ്മർദ്ദം 80ന്റെയും 120ന്റെ ഇടയിൽ ബാലൻസ്ഡാ. ഖുർആനൊക്കെ ബാലൻസാ പറയുന്നത്. ഒരു മധ്യമ നില, ഒരു മീസാൻ, ഒരു മധ്യമ നിലപാടാ ഖുർആനിന്റെ ശൈലിയൊക്കെ. എവിടെ നോക്കിക്കോളൂ, അത് നമ്മുടെ ശരീരത്തിന്റെ എല്ലാം ആ മധ്യമ നിലപാടാ. നമ്മുടെ നിലപാടുകളും ഇതനുസരിച്ച് നമ്മുടെ നിലപാടുകളെയും ആ രൂപത്തിൽ മാറ്റിയെടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഖുർആനിന്റെ തത്വസംഹിതകൾ മുഴുവൻ. ഇതനുസരിച്ച് മാറ്റിയെടുക്കാം. അതിന് കവിയാൻ പാടില്ല. അതിന് കവിഞ്ഞാൽ അതിന്റെ തിക്തഫലം. ഏതുപോലെ
പരമകാരുണികൻ നിങ്ങളുടെ ശരീരത്തിൽ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 120, 140 പോയി കാര്യം. അത് 180 പോയി. ഇവന്റെ ബീപ്പി കയറിയ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അതിന് കവിഞ്ഞാൽ പോയി. പിന്നെ ആ ശരീരത്തിന് നിലനിൽക്കാൻ കഴിയില്ല. ഇങ്ങനെ ഓരോന്നും മനുഷ്യ ശരീരത്തിൽ പ്രകൃതി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ റഹ്മാനിയത്താണ്. ഇനി ഇതിനെ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പരിവർത്തിച്ച് നിങ്ങൾക്ക് നന്മയായി ഗുണമായി മാറ്റത്തക്ക രൂപത്തിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ സജ്ജീകരിക്കുക. അപ്പോൾ അവന്റെ കാരുണ്യമാവുന്ന ഫലം നിങ്ങൾക്ക് അവൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് റഹ്മാനിയത്ത്, റഹീം. ഇതാണ് ആകത്തുക. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വേദം ഈ കടലാസിൽ കേട്ടിട്ടോ വയല് കേട്ടിട്ടോ കാര്യമില്ല. ഇത് ജീവിതത്തിൽ പകർത്തി പ്രാവർത്തികമാക്കിയാലേ ഇതുകൊണ്ട് ഗുണമുള്ളൂ. അള്ളാഹു അവന് ചെയ്യാനുള്ള കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. പടച്ചതമ്പുരാൻ ചെയ്യേണ്ട കാര്യം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രകൃതി അതിന്റെ ബാലൻസ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതനുസരിച്ച് പ്രവർത്തിച്ച് നമുക്കത് ഗുണഫലമാക്കി മാറ്റുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. ഇതാണ് പ്രവാചകന്മാരുടെ ദൗത്യവും. ഇതായിരുന്നു പ്രവാചകന്മാർ ലോകത്ത് വന്ന് പറഞ്ഞ ദൗത്യങ്ങൾ മുഴുവൻ ഇതായിരുന്നു. മനുഷ്യർക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു. ഇപ്പൊ മുസ്ലിയാർന്ന് ഞങ്ങൾ പറഞ്ഞു, മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോയർ എന്നാ തരുമ്പോ ഖുർആന് ഇപ്പോഴത്തെ പുതിയ കണ്ടുപിടുത്തം. അതായത് മുസ്ലിങ്ങളുടെ നിയമജ്ഞൻ. ഞാൻ ചോദിച്ചു, എന്ത് നിയമം? കുളിക്കേണ്ടതോ? എങ്ങനെ കുളിക്കണം എന്നൊക്കെ നിയമം. ഇതല്ലേ ഓർക്ക് പറയാനുള്ളത്. എങ്ങനെ കുളിക്കണം, എങ്ങനെ ചൊറിയണം, എങ്ങനെ മാന്തണം, എങ്ങനെ മൂത്രമൊഴിക്കണം, എങ്ങനെ മടക്കിയിരിക്കണം, മറക്കങ്ങനെ ഇരിക്കും. ഇതൊക്കെ അല്ലേ പോലെ മുസ്ലിം ലോയർ എന്ന് പറയുന്നത്. അവർക്കറിയുന്ന നിയമം ഇതുള്ളൂ. അത് പോട്ടെ, പാവങ്ങൾ അതങ്ങനെ പറഞ്ഞു പോട്ടെ, നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ പ്രവാചക ദൗത്യങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിന് എങ്ങനെ ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ. ഇതാണ് ആകത്തുക. മനസ്സിലാക്കിയാൽ മതി. എന്തായിരുന്നു പ്രവാചകന്മാർ? അവർക്ക് അറിയാത്ത ഒരു ആരാധന പഠിപ്പിക്കാൻ വന്നവരല്ല. ഒരു ആരാധനയുടെ കുറച്ച് കുറവുണ്ട് ഈ നാട്ടില്, അതുകൊണ്ട് ഇവർക്ക് കുറച്ച് നിസ്കാരം പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കമ്മി കൊണ്ടാണ് ഈ ആൾക്കാർ ഇതൊക്കെ കേടുവന്ന് പോണത്. അത് പഠിപ്പിക്കാൻ വന്നതല്ല. ഒരു നല്ല ജീവിതം എങ്ങനെ കെട്ടിപ്പടുക്കാം, അവരനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും അസമത്വങ്ങളിൽ നിന്നും അസന്തുലിതാവസ്ഥയിൽ നിന്നും അവരെ എങ്ങനെ മോചിപ്പിച്ച് സന്തുലിതാവസ്ഥയിൽ സമാധാനപൂർണമായ ഐശ്വര്യപൂർണമായ ഒരു ജീവിതം അവർക്ക് എങ്ങനെ ഈ ലോകത്ത് കെട്ടിപ്പടുക്കാം. ഇതാണ് ഖുർആന്റെ ചർച്ച. ഇത് പറയുമ്പോൾ എപ്പോഴും ആൾക്കാരെന്നോട് ചോദിക്കുക, ആഖിറല്ലേ ആഖിറല്ലേ. ആഖിറ ഉണ്ടായിക്കോട്ടെ, ഈ ആഖിറം പറഞ്ഞിട്ടാണ് ഈ ആൾക്കാരെ മിരട്ടണത്. ഈ ആഖിറം പറഞ്ഞിട്ടാണ് ആൾക്കാരെ ഈ ചൂഷണങ്ങൾ മുഴുവൻ ചെയ്യണത്. എന്നാൽ ഈ ഉസ്താദന്മാർക്ക് ആഖിറത്തിൽ വിശ്വാസമല്ല കേട്ടോ. ഒരു ഉസ്താദിനും ആഖിറത്തിൽ വിശ്വാസമുള്ളതായിട്ട് എനിക്ക് കണ്ടിട്ട്. ഞങ്ങൾ മുമ്പൊക്കെ പോയപ്പോ ഓരോരുത്തരെ കാണുമ്പോൾ പറയും, ഇതൊക്കെ ഇപ്പൊ ആഖിറത്തിൽ പോയിട്ട് സൂറുല്യങ്ങളെ കളിക്കാനുള്ള ഉസ്താദല്ലേ ഇപ്പൊ പോണത്. നോക്കരൊക്കെ പിന്നെ അത് പറയലല്ല പണി. ഇങ്ങോട്ട് എത്തുന്നവരെ ആ ഉസ്താദിപ്പോ നാളെപ്പോ പരലോകത്തിൽ പോയിട്ട് ഹൂറുല്യങ്ങളൊക്കെ കളിക്കാനുള്ള ആളല്ലപ്പാ നിൽക്കണം. നമുക്കതല്ല. ഇവിടെ ഖുർആൻ അങ്ങനത്തെ അമ്പിയാക്കന്മാർ അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഹൂറുല്യങ്ങളെ മതിക്കേണ്ട കാര്യമോ കള്ളുടുത്തേണ്ട കാര്യമോ ഒന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇനി ഇല്ല എന്ന് പറയാനോട്ട് നമ്മൾ ആളും അല്ലാതെ അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കാൻ. മൂപ്പർക്ക് ഉണ്ടാക്കാനാണെങ്കിൽ സെക്കൻഡ് കൊണ്ട് മതി ഉണ്ടാക്കാൻ പറ്റും. ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. പ്രവാചക ദൗത്യങ്ങൾ മുഴുവൻ ഒരു ജനതയെ അവരുടെ മരണത്തിൽ നിന്ന് അവർക്ക് എങ്ങനെ ജീവിതം കൊടുക്കാം എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പൊ മൂസാ നബി തന്നെ പറഞ്ഞത് എന്താണ്? സുമ്മ ബഅസ്നാക്കും മിൻ ബഅദി മൗതിക്കും ലഅല്ലക്കും തഷ്കുറൂൻ. സുമ്മ ബഅസ്നാക്കും, പിന്നീട് ഞാൻ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് നൽകി. മിൻ ബഅദി മൗതിക്കും, നിങ്ങളുടെ മരണത്തിന് ശേഷം. നിങ്ങളും അപ്പോൾ അതാണ് പ്രവാചക ദൗത്യങ്ങളൊക്കെ മരിച്ച ജനങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട്. എങ്ങനെ നന്ദി ചെയ്യാം? എങ്ങനെ അല്ലാഹുവിന് നന്ദി ചെയ്യാം? അവന്റെ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കന്നെ, അതിനെ നന്ദി കാണിക്കാം. അല്ലാതെ താങ്ക് യു ഗോഡ് അല്ലാ നിനക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞില്ല. ഈ മാർഗനിർദ്ദേശങ്ങൾ, ഈ റഹ്മാനും റഹീമിയത്തും അടങ്ങുന്ന അവന്റെ ഈ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന് ചെയ്യാനുള്ള ശുക്ർ.
സുമ്മ ബാസിനാക്കും, പിന്നീട് ഞാൻ നിങ്ങൾക്ക് ബാസ് നൽകി. ഒരു പുനർജീവിതത്തിന് പറയുന്ന വാക്ക് തന്നെയാണ് ബാസ്. പ്രവാചക ദൗത്യങ്ങൾ മുഴുവൻ തകർന്നടിഞ്ഞ ജീവശവങ്ങളായ ജനതകൾക്ക് ജീവൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു, അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് കൊടുക്കുക എന്നതായിരുന്നു പ്രവാചക ദൗത്യങ്ങൾ മുഴുവൻ. പ്രവാചക നിയോഗങ്ങളും പ്രവാചക ദൗത്യങ്ങളും വേദ അവതരണങ്ങളും മുഴുവൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ജീവശവങ്ങളായ ജനതകൾക്ക്, ദൈവിക ആശയങ്ങളിൽ നിന്ന് ജീവനറ്റുപോയ മരിച്ചുപോയ ജീവശവങ്ങളായി തീർന്ന ജനതകൾക്ക് എങ്ങനെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൊടുത്ത് ഇവർക്ക് ഒരു ജീവൻ കൊടുക്കുക എങ്ങനെയായിരുന്നു? ഇങ്ങനെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ഉയർത്തെഴുന്നേൽപ്പുകൾ ഇവിടെ ഉണ്ടായി. അതാണ് അർത്ഥം. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ഉയർത്തെഴുന്നേൽപ്പുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ് ഖുർആൻ പറയാനുള്ളത്. അതാണ് സുമ്മ ബഅസ്നാക്കും, പിന്നീട് ഞാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മിൻ ബഅദി മൗതിക്കും, നിങ്ങളുടെ മരണത്തിന് ശേഷം, ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ ശുക്ർ ചെയ്യാൻ വേണ്ടിയിട്ട്, ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് തന്നത്. നിങ്ങളുടെ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ്. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും ഓരോ വേദങ്ങളുടെയും അവതരണവും പ്രവാചക നിയോഗങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായ, നശിച്ച നാമാവശേഷമായ ജനതകളും സമൂഹങ്ങളും നാഗരികതകൾക്കുമുള്ള ഉയർത്തെഴുന്നേൽപ്പ് കൊടുക്കലായിരുന്നു, അവർക്കുള്ള പുനർജീവനം കൊടുക്കലായിരുന്നു. ഇതായിരുന്നു പ്രവാചക ദൗത്യങ്ങൾ, വേദ അവതരണങ്ങളുടെയൊക്കെ ലക്ഷ്യം ഇതായിരുന്നു. ചുരുക്കം ഇതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ചുരുക്കി പറയാനുള്ളതാണ്. ഇത് എപ്പോഴാണ്? മൂസാ നബിയുടെ സമൂഹത്തെ എപ്പോഴാണ് പോലെ മരിപ്പിച്ചു കടത്തിയിട്ട് ജീവിപ്പിച്ചത്? ഇവരുടെ അല്ല. മുഹമ്മദ് നബി എന്നെ വന്നപ്പോ പറഞ്ഞില്ലേ, ഒക്കുന്തും മമ്പാത്തൻ, നിങ്ങൾ ജീവശവങ്ങളായിരുന്നു, ഫഅഹിയാക്കും, ഞാൻ നിങ്ങൾക്ക് ജീവൻ നൽകി, ഇനിയും നിങ്ങൾ മരിക്കും, സുമ്മ യുഹീക്കും, പിന്നെയും നിങ്ങളിൽ ഒരു പുനർജീവനം ഉണ്ടാവും, സുമ്മ ഇലൈഹി തുർജഊൻ, ആത്യന്തികമായി നിങ്ങൾ ദൈവികതയിലേക്കാണ് മടങ്ങിപ്പോവുക. ഈ ദൈവത്തിന്റെ പ്രകൃതിയുടെ സത്തയിലേക്കല്ലാതെ ഇതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോകാനേ കഴിയില്ല. ആര് വിചാരിച്ചിട്ടും കാര്യമില്ല. പ്രകൃതിയുടെ ദൈവത്തിന്റെ നിയമത്തിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനും പോകാൻ കഴിയില്ല. എനിക്ക് കണ്ണുകൊണ്ട് കേൾക്കണമെന്ന് വിചാരിച്ചാൽ നടക്കൂല, പരിപാടി നടക്കൂല. ചെവി കൊണ്ട് കാണണമെന്ന് പറഞ്ഞാൽ സംഗതി നടക്കൂല. പ്രകൃതി ദൈവത്തിന്റെ വ്യവസ്ഥിതിയിലേക്കല്ലാതെ വേറെ എവിടേക്ക്? അതാണ് നിങ്ങൾ ദൈവത്തിലേക്കാണ് മടങ്ങുക എന്ന് പറഞ്ഞാൽ അവന്റെ വ്യവസ്ഥിതിയിലേക്കല്ലാതെ പിന്നെ നിങ്ങൾക്ക് എവിടേക്കാണ് മടങ്ങാനുള്ളത്? അപ്പൊ പ്രവാചക നിയോഗങ്ങൾ മുഴുവൻ, വേദത്തിന്റെ അവതരണങ്ങൾ മുഴുവൻ തകർന്നടിഞ്ഞ സമൂഹങ്ങൾക്ക്, ജീവശവങ്ങളായ സമൂഹങ്ങൾക്ക് ജീവൻ കൊടുത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ളതായിരുന്നു. അതിനാദ്യമായി വേണ്ടത് അറിവാണ്, ജ്ഞാനമാണ്. ഒരു ജനതയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ ആദ്യമായി കിട്ടേണ്ട ഫുഡ്, ഭക്ഷണം അവർക്ക് അതാണ്. ഇവർക്ക് ഫുഡ് എന്ന് കേൾക്കുമ്പോഴത്തേന് ആമാശയത്തിലേക്കുള്ള ഫുഡ്, അതൊന്നും ഖുർആന്റെ വിഷയമല്ല. ഖുർആൻ ആത്മീയ ജ്ഞാനമാണ് കൊടുക്കുന്നത്. ആത്മീയമായ ജ്ഞാനമാണ്, അവന്റെ മനസ്സിലേക്ക്, അവന്റെ ചിന്തയിലേക്ക് കൊടുക്കുന്ന ജ്ഞാനമാണ്. അതിന്റെ ഫുഡാണ്, അതിന്റെ ഭക്ഷണത്തെക്കുറിച്ചാണ് ഖുർആന്റെ ചർച്ച. അതിന്റെ രോഗത്തെക്കുറിച്ചാണ് ഖുർആന്റെ ചർച്ച. അതാണ് ഫീ ഖുലൂബിഹിം മർദുൻ, നിരവധി തവണ ഞാൻ കേൾപ്പിച്ച വാക്കാണ്. മനസ്സിലാണ് രോഗം. ശാരീരികമായ രോഗത്തെക്കുറിച്ച് ഖുർആന്റെ ചർച്ചയല്ല. അത് ഡോക്ടറെ കാണുക, അത് വേദമല്ല അതിന് പരിഹാരം. വേദത്തിന്റെ ഇവരെ പറയുന്നത് അതിനകത്തിന് നമ്മൾ സംസാരിച്ചു. ഇവർ മൂസാ നബി, ഞാൻ വിഷയം ഓടി വെച്ച ആഴത്തിലേക്ക് വരാം കേട്ടോ. മൂസാ നബി ഓലിക്ക് ചീരിയും മറ്റൊത്താണ് പയറും മത്തനും വെള്ളരിയും കക്കരിയും ഒക്കെ തിന്നാന്. ഞങ്ങൾക്കിപ്പോ ഒരു ഭക്ഷണം തന്നെ തിന്നിട്ട് കുറെ കാലായിപ്പത്. ബിരിയാണി എന്നെ തിന്നുള്ളൂ. ഇത് ഈ ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കുന്ന പച്ചരി, അല്ലെന്ന് ഗോതമ്പ്, വെള്ളരി, കക്കരി, പയറ്, ഉള്ളി, ഇതൊക്കെ ഒന്ന് എൻ്റെ റബ്ബിനോടൊന്ന് ഉണ്ടാക്കി തരാൻ പറഞ്ഞാണ്. എന്നിട്ട് അതിനെ ഒരു ജനതയെ ശിക്ഷിക്കും ചെയ്യാം. അപ്പൊ നമ്മളാണെങ്കിലും ചോദിക്കൂലേ, പെണ്ണുങ്ങളോട് പറയും, എന്തൊക്കെ ദിവസം ഈ ബിരിയാണിയൊക്കെ വെക്കണേ, ഇന്ന് വെജിറ്റബിൾ ആക്കിയാൽ വെക്കുന്ന, അതിനല്ല ശിക്ഷിക്കണം. ഞാൻ ചോദിച്ചു, ഇത് ചോദിച്ചിന് ആ ജനതയെ ആകവോ ബാഹുബി വളപിമ്മിനല്ലാഹിന, ദൈവകോപം കൊണ്ട് ആ ജനത തരിപ്പണമായി എന്നാ ഖുർആൻ പറയുന്നത്.
ഭക്ഷണം ഒന്ന് കുറച്ച് വെള്ളരിയും കക്കരിയും പച്ചരിയും ഗോതമ്പും ചോദിച്ചിനെ പഠിത്തം ചില്ലറക്കാരനല്ലേ. നമ്മളെല്ലാം പറയും പെണ്ണുങ്ങളോട് എന്നും ഈ ഇറച്ചി വെക്കണം, പച്ചക്കറി വെക്കണം, അതിന് അള്ളാന്റെ കോപം വരും. ഇങ്ങനെ ഖുർആൻ എന്താ പറയുന്നത്? നിങ്ങൾ ഏറ്റവും ഉത്തമമായ ഒന്നിന് ഏറ്റവും മോശമായ ഒന്നാണോ നിങ്ങൾ പകരം ചോദിക്കുന്നതെന്നാ. എന്നിട്ട് ഈ മോശമായ ഭക്ഷണം തന്നെ ഈ ഉസ്താദന്മാരെ തിന്നണതും. ഇപ്പോ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു, ഈ ഉസ്താദന്മാരെന്തിനാ ഈ വെള്ളരിയും കക്കരിയും പയറും ഉള്ളിയും ഗോതമ്പ് തന്നെ തിന്നണത്? ഏറ്റവും മോശമല്ലേ? നിങ്ങൾ തസ്തബദിലൂന ബില്ലദീ ഹുവ അതിനാ ബില്ലദീ ഹുവ ഖൈറുൻ, ഏറ്റവും ഉത്തമമായ ഒന്നതിന് ഏറ്റവും അതിനാ താഴെ തട്ടിലുള്ള ഒന്നാണോ നിങ്ങൾ പകരം ചോദിക്കുക? ഈ ഉസ്താദന്മാർ എന്തിനാ ഈ താഴെ തട്ടിലുള്ള തന്നെ തിന്നണെന്ന് വെച്ചാണ്. അപ്പൊ ഇത് അള്ളാന്റെ വളവ് വരാൻ വേണ്ടി മാത്രം ഇത് ചോദിച്ചാണ് മൂസാ നബിയുടെ ഖൗമിന് വബാഉ വളബിമിനല്ലാഹി എന്ന് പറഞ്ഞത്. ദൈവകോപം ആ ജനതയ്ക്ക് ഇറങ്ങി ഇത് ചോദിച്ചതിന്. ദൈവകോപം ഇറങ്ങേണ്ട സാധനം തന്നെ നമ്മളെ ഉസ്താദന്മാർ തിന്നുകയും ചെയ്യും. എന്നാ ഇതെങ്കിലും ഒന്ന് മാറ്റിയിട്ട് വെറും മഞ്ഞും സലിതൊക്കെ തിന്ന് നടന്നൂടെ? സത്യത്തിൽ എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ചൂഷണം, അവരുടെ നിലവിലുള്ള ചൂഷണം. അർള് എന്ന് പറഞ്ഞാൽ താഴെ തട്ടിലുള്ളത് എന്നാണ്. അഖിലതഹുവിലല്ല അർള് എന്നാണ്. അവനെ സാംസ്കാരികമായി താഴെ തട്ടിലേക്ക് താഴ്ത്തിക്കളഞ്ഞു എന്നാണ്. അപ്പൊ സാംസ്കാരികമായി വളരെ താഴെ തട്ടിലുള്ള ആളുകളെ ചൂഷണം ചെയ്യാനും അവരെ കൊള്ളയടിക്കാനും നിധി കൂമ്പാരങ്ങളും ജനങ്ങളെ സേവിച്ചുകൊണ്ട് അവരെ കൊള്ളയടിക്കാനും സമ്പത്ത് പൂഴ്ത്തിവെക്കാനും ഇങ്ങനെയുള്ള അവരുടെ നിലവിലുള്ള വ്യവസ്ഥിതികളാണ് അവർ ചോദിക്കുന്നത്. എൻ്റെ ഈ സത്യവിശ്വാസമൊന്നും ഞങ്ങൾക്ക് നടക്കൂല മൂസ എന്നാ പറയണത്. ഇതാ ഓല് ചോദിക്കണത്. എൻ്റെ ഈ സത്യവിശ്വാസമൊന്നും ഞങ്ങൾക്ക് നടക്കൂല. ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങളിപ്പോ ഈ നിലവിലുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ടല്ലോ, പക്കല് ചൂഷണം ചെയ്തു പോരുന്നുണ്ടല്ലോ. കിഫായിനാണ് ഈ കൂമ്പാരമാക്കി വെക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങളുടെ കൂമ്പാരങ്ങളുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾക്ക്. നിധികൾ എവിടെയൊക്കെ ഒളിച്ചിരിക്കണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വല്ല വിവരം പറയണം. പിന്നെ അകത്ത് ജനങ്ങളെ സേവിച്ചുകൊണ്ട് അവരെ എങ്ങനെ കൊള്ളയടിക്കാം എന്ന് പറയുന്ന തത്വങ്ങൾ പറയണം. ഈ ഇസ്രയേലിസം തന്നെ ഇതാണിപ്പോ ഞങ്ങളുടെ ഈ താഴെ തട്ടിലുള്ള ഈ നിയമസംഹിതയ്ക്ക് മതി ഞങ്ങൾക്ക്. അതിന് വല്ല കാര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പടച്ചവനോട് ചോദിക്കുന്ന പറയണം. ഇത് കൊണ്ടായിട്ട് വെറുതെ കക്കറി. അപ്പൊ ഞാൻ പറയുന്നത് ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടി വന്ന, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി വന്നതല്ല അമ്പിയാക്കന്മാരെന്നുള്ള സൂചന നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ള ആ വിഷയം. ഇത് പ്രാവർത്തികമാക്കി തീർത്താൽ അവരുടെ ഭക്ഷ്യസുരക്ഷ ഉണ്ടാവുന്നു മാത്രം. കാരണം സാമ്പത്തികമായ സന്തുലിതാവസ്ഥ വരും. അപ്പൊ ഒരു ജനതക്ക് അവരുടെ എല്ലാ രംഗത്തും സുഭിക്ഷത വരും. അത് പറഞ്ഞല്ലോ, അത് മൂസ പറഞ്ഞു. നിങ്ങൾക്ക് സുഭിക്ഷത വരും. നിങ്ങൾക്ക് ഹാദിഹിൽ ഖറിയത, നിങ്ങൾ ഈ നാഗരികതയിലേക്ക് പ്രവേശിക്കുക. ഏത് നാഗരികതയിലേക്ക്? ഈ ദൈവത്തിന്റെ നാഗരികതയിലേക്ക്. അൽ ഖറിയത്ത് എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ പറയും ഈ ഗ്രാമത്തിലേക്ക് പോയിക്കോളിങ്ങളെ നിങ്ങൾ ചോദിച്ചതൊക്കെ. ഈ ഖറിയത്ത് എന്ന് പറഞ്ഞാൽ നാടല്ല. ഒക്കമ്മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ, എത്രയെത്ര നാഗരികതകളെ, സംസ്കാരങ്ങളെ ഞാൻ തകർത്ത് തരിപ്പണമാക്കി. അള്ളാഹു തകർത്തു എന്ന് പറഞ്ഞാൽ അവന്റെ നിയമസംഹിതകളെ ധിക്കരിച്ചപ്പോൾ അത് തകർന്നു പോയി. അത് ദൈവത്തിന്റെ സ്വാഭാവികമായ നിയമമാണ് എന്നാ പറയുന്നത്. അല്ലാതെ ഗ്രാമത്തിനെ തലകുത്തി മറിപ്പിക്കാനല്ല. എത്രയെത്ര ഗ്രാമങ്ങളെ ഞാൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്രയെത്ര നാഗരികതകൾ തകർന്നടിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് അർത്ഥം. പക്ഷെ ഈ ഖറിയത്ത്, ഈ നാഗരികതയിലേക്ക്, ഈ സംസ്കാരത്തിലേക്ക് നിങ്ങൾ ഒന്നിച്ചു പ്രവേശിക്കുക, ഒന്നിച്ച് ഇതിനെ ഉൾക്കൊള്ളുക. എന്നിട്ട് എന്ത് ചെയ്യണം? വക്കുലു റഗദൻ ഹൈസു ശിഅ്തും, നിങ്ങൾ സുഭിക്ഷമായി അത് ഉൾക്കൊള്ളുക, സുഭിക്ഷമായി ഭക്ഷിക്കുക, യഥേഷ്ടം. ഏതിനാ പരിഹാരമില്ലാത്ത ഉണ്ടാകുക? അവരുടെ ഏതേത് പ്രശ്നങ്ങൾക്കും സമ്പൂർണമായ പരിഹാരം കിട്ടത്തക്ക രൂപത്തിലുള്ള ഒരു നാഗരികതയിലേക്ക് അവരോട് പ്രവേശിക്കാനാണ് ഖുർആൻ പറയുന്നത്. വദഖുലുൽ ബാബ സുജ്ജദൻ, ഈ നാഗരികതയുടെ ഗേറ്റ് കിടക്കുമ്പോൾ, ഈ നാഗരികതയുടെ വഴി കിടക്കുമ്പോൾ സർവ്വവിധ സമ്പൂർണമായ സമർപ്പണത്തോടുകൂടിയാണ് നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കേണ്ടത്. നിങ്ങളുടെ പ്രഖ്യാപനം ഇത് മുഴുവൻ ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ് എന്ന പ്രഖ്യാപനവും നിങ്ങൾക്കുണ്ടാകണം. വഖൂലു ഹിത്തത്തുൻ, ഇത് ഉൾക്കൊള്ളാൻ, ഇത് ഞങ്ങൾ സർവാംഗീകൃതമായി സർവവും ഇത് ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് ഈ നാഗരികതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടത് എന്ന് ഖുർആൻ പറയുന്നു ആ ജനതയോട്.
അപ്പൊ അവരുടെ സുഭിക്ഷത, ഭൗതികമായ സുഭിക്ഷത എല്ലാ രംഗത്തും. അതാണ് കുലു മിമ്മ ആത്തൈന, ഞാൻ നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് റഹദൻ എന്നാണ് പറഞ്ഞത്. ആദമിനോട് പറഞ്ഞ അതേ വാക്ക് തന്നെ. ആദമിനോട് പറഞ്ഞ നിങ്ങൾ ഇസ്കുന്നന്ത വസൗജുക്കൽ ജന്നത വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തും വലാ തഖ്റബ ഹാദിഹി ശജറ. അവിടെയും പറഞ്ഞ് നിങ്ങൾ സുഭിക്ഷമായി ഐശ്വര്യപൂർണമായി ഈ അവസ്ഥയിൽ നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ സുഭിക്ഷതകൾക്ക് ആവശ്യമായ എന്തൊക്കെയുണ്ടോ അതൊക്കെ നിങ്ങൾ കുലു എടുത്തുപയോഗിക്കുക. പക്ഷേ നിങ്ങൾ ഈ നാഗരികതയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സർവസമർപ്പണത്തോടുകൂടി, അതാണ് സുജ്ജതൻ, സർവസമർപ്പണവും എല്ലാ ദൈവിക കൽപ്പനകൾക്കും സമ്പൂർണമായ സമർപ്പണത്തിന്റെ പ്രഖ്യാപനത്തോടുകൂടി ആണ് ഈ ആശയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടത്, ഈ നാഗരികതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കേണ്ടത്. അതും എന്താ പോലും പറയുന്നത്? അവിടേക്ക് എവിടെ പോയാൽ അങ്ങോട്ട് നിങ്ങൾ ചോദിച്ച പിന്നെ വെള്ളരിയും ഗോതമ്പൊക്കെ കിട്ടും, അവിടെ ഇഷ്ടം പോലെ തിന്നു. എന്താ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ആൾക്കാർ അവർക്ക് തിന്നാൻ? അപ്പൊ ഒക്കെ എല്ലാ കഥകളും അട്ടിമറിച്ചിട്ടാണ് ഒരു ജനതയെ മാറ്റിമറിക്കാൻ പറ്റിയ കാര്യങ്ങളെ മുഴുവൻ. ഞാൻ ഇന്നലെ ഒരു ആയത്തിങ്ങനെ സൂര്യസീന പോലെ മുകളിൽ ഇങ്ങനെ പൊക്കി നിർത്തി മര്യാദക്ക് എടുത്തോളി ഈ കിതാബ്, അല്ല ഇപ്പൊ നിങ്ങളെ തലയിൽ കൂടി ഉണ്ട്. എന്താ ആൾക്കാരെ മെരട്ടിയിട്ടല്ലേ ഇപ്പൊ എടുത്തിട്ട് ഓറപ്പായന പൗകക്കുമ്പോ തൂറാണ്. തൂറ് മല ഇങ്ങനെ ഇതാ ഞാൻ എപ്പ ഇടാൻ പോകും, അല്ലങ്ങനെ പിടിച്ചുകാത്തരെ ഇതാ മല എപ്പ ഇടും. മര്യാദക്ക് ഈ പിന്നെ കിതാബുകളും ഓറപ്പായന പൗകക്കുമ്പോ തൂറ ഹുദൂമാക്കും കൂവത്തിൽ. തൂർന്ന് പറഞ്ഞ ഈ റെക്കോർഡ്സുകളാണ്, വേദതത്വങ്ങളാണ്. വേദതത്വങ്ങളാണ് അവരുടെ മുകളിൽ പൊക്കി. വേദതത്വങ്ങൾ എപ്പോഴും ഉയർന്നാ നിൽക്കുക. അതാണ് ആ പറയുന്നത്. വേദത്തിന്റെ തത്വസംഹിതകൾ മുഴുവൻ എപ്പോഴും അവരുടെ മുകളിലാണ് നിൽക്കുക. കാരണം വേദതത്വങ്ങളിലേക്കാണ് കയറിപ്പോകുക. ആ വേദതത്വങ്ങൾ അവരുടെ മുകളിൽ പൊക്കിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ വേദതത്വങ്ങൾ അവരിൽ മുകളിൽ ഉയർന്നു നിൽക്കുകയാണ്. എന്നിട്ടും അവരോട് പറയാം, നിങ്ങൾ ഈ ഉന്നതമായ വേദതത്വങ്ങൾ മുറുകെ പിടിച്ച് ജീവിച്ചോളിയും മനുഷ്യരെന്നായി പറയുന്നത്. അതാണ് തൂറ്. തൂറിൽ ഐമനും ഉണ്ട്, തൂരി സീനിയുണ്ട്. രണ്ട് തത്വമുണ്ട്. തൂറിൽ ഐമൻ എന്ന് പറഞ്ഞാൽ ശരിയായ വേദതത്വങ്ങൾ യമീനിലേക്ക് പോണത്. തൂരി സീനാണ്ട് ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന തത്വസംഹിതകളുണ്ട്. അവന്റെ ദയനീയമായ അവസ്ഥകളിലേക്ക് കൊണ്ടുപോകുന്ന തത്വസംഹിതകളാണ് തൂരി സീന. അവർക്ക് പോണ്ടാന്ന് പറഞ്ഞു. തൂറുൽ ഐമനിലേക്ക് പോയിക്കോളി, നല്ല തത്വങ്ങൾ എടുത്തോളി എന്നവർ. ഇവരതിനെ സേവിക്കണം. ഇപ്പം ഈ കുട്ടികളല്ലേ മര്യാദക്ക് തിന്നോട്ടെ, ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചോ, ഇഷ്ടമല്ലെങ്കിൽ തള്ളിക്കോളി എന്ന് അള്ളാഹു പറയും. വേണമെങ്കിൽ എടുത്തോളി, വേണമെങ്കിൽ വേണ്ടാന്ന് നിരവധി അനവധി വചനങ്ങളിൽ അള്ളന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ അള്ളന്നെ സൂര്യസീന ഇങ്ങനെ മലയുടെ മുകളിൽ പോലെ ഇസ്രായേൽ ജനതയുടെ തലയുടെ മുകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് മര്യാദക്ക് ഇപ്പൊ എടുത്തോളി, അല്ലെങ്കിൽ അപ്പം നിങ്ങളെ തലയിൽ കൂടി ഇടും. ഇങ്ങോട്ട് പോലെ എടുത്തില്ല ഈ കുട്ടികളെ നേട്ടം. ഈ അള്ളാഹുവിനെ ഈ കുറിച്ചുള്ള സങ്കല്പം തന്നെ നമുക്ക് തമാശയായി തോന്നുക. ഇങ്ങനത്തെ ഒരു അള്ളന്നെ വേണം. ഞങ്ങൾ പോരുമ്പോ ഇങ്ങനെ ചർച്ച ചെയ്ത് അത് ചർച്ച ചെയ്യുന്ന കാര്യമാണ് പറയാം. ഞങ്ങൾക്ക് മൊത്തത്തിലൊരു താത്വികമായൊരു അപ്പൊ ഈ ആദനബി ഈ കോടാനുകോടി ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അള്ളാഹു. അനേക കോടി ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, എത്രയെന്ന് പറയാൻ പറ്റില്ല. നമുക്കൊന്നും മനുഷ്യരിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ട്. അതിൽ വളരെ നിസ്സാരമായ ഒരു പ്രദേശം ഭൂമി. ആ ഭൂമിയിൽ വളരെ നിസ്സാരനായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുമ്പോൾ മലക്കുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് വരികയെ ഞാൻ ഒരാളെ ഇവിടെ സൃഷ്ടിക്കാൻ പോവുക, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇതൊന്നും ഇതിനേക്കാൾ കോടാനുകോടി മടങ്ങ് വലിപ്പമുള്ള വസ്തുക്കളൊന്നും മൂപ്പർ ആരോടും ചോദിച്ചിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ വളരെ നിസ്സാരമായ ഒരു പ്രദേശമാണ് ഭൂമി എന്നുള്ളത് വസ്തു. അതിൽ തന്നെ അനേക കോടി ജീവജാലങ്ങൾ. ആ ജീവജാലങ്ങളിൽ ഒരു പുഴുവാണ് മനുഷ്യൻ. ആ മനുഷ്യനെ ഞാനിപ്പോൾ സൃഷ്ടിക്കാൻ പോകുക. എന്താ നിങ്ങളെ ഈ മലക്കുകൾ തന്നെ ഈ ആകാശത്തിനേക്കാളും ഭൂമിനേക്കാളൊക്കെ വലിയ സാധനമാണ് ആണല്ലോ. അങ്ങനെയാണല്ലോ നമ്മളെ വെപ്പ്. ആ മലക്കുകളെ വിളിച്ചു വിട്ടിട്ട് ഞാനിപ്പോ ഇവിടെ ഒരാളെ ഉണ്ടാക്കാൻ പോവുകയാണ്, എന്താ നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പമില്ല. ഇവിടെ ഭൂമിയിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് മൂപ്പർ ഉണ്ടാക്കുന്നത് ആകാശത്തിലും സ്വർഗത്തിലും. അപ്പൊ അത് വിഷയം പിന്നെ പറയാം. അത് മനുഷ്യ ചരിത്രത്തിലെ
ടേണിംഗ് പോയിന്റാണ് യഥാർത്ഥത്തിൽ ആദമിന്റെ നിയമനം എന്ന് പറയുന്നത്. അത് പിന്നെ ഞാൻ ആ മാത്രം എടുത്ത് പറയാം. അപ്പൊ ഞാൻ പറയുന്നത്, പ്രവാചക നിയോഗങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യർക്ക് ജീവൻ കൊടുക്കാനുള്ള, തകർന്ന് തരിപ്പണമായ ജനതകൾക്ക്, ജീവശവങ്ങളായ ജനതകൾക്ക് ജീവൻ കൊടുക്കാനുള്ള നിയോഗങ്ങളായിരുന്നു, നിയമങ്ങളായിരുന്നു, നിയമനങ്ങളായിരുന്നു പ്രവാചക ദൗത്യങ്ങളും അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദങ്ങളും എന്നാണ് ഞാൻ സൂചന നൽകുന്നത്. അല്ലാതെ മാജിക്കുകളോ കെട്ടുകഥകളോ ഊഹങ്ങളോ ഐതിഹ്യങ്ങളോ ഒന്നും ഖുർആന്റെ വിഷയമല്ല. മനുഷ്യന്റെ പ്രകൃതിദത്തമായ വിഷയങ്ങളും ഖുർആന്റെ വിഷയമല്ല. ഇത് മനുഷ്യൻ ഒരു പ്രവാചകനും ഒരു വേദവും ഇല്ലെങ്കിലും ചെയ്യും. അതൊന്നും ഖുർആന്റെ വിഷയമല്ല. മനുഷ്യൻ രണ്ടിന് പോകുക എന്നുള്ളത് മനുഷ്യാരംഭം മുതൽ ഇന്നേ വരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് മനുഷ്യൻ സ്വാഭാവികമായി ചെയ്തുകൊള്ളും. അത് മനുഷ്യന്റെ പിന്നെ ഭൗതിക പുരോഗതിക്കനുസരിച്ച് അതിന്റെ സൗകര്യങ്ങളും മറ്റുമൊക്കെ സജ്ജീകരണങ്ങളൊക്കെ പുതുതായി ഉണ്ടായിക്കൊള്ളും. അതിന്റെ ഡ്രസ് കോഡും ഭക്ഷണ കോഡും അതിന്റെ മലമൂത്ര വിസർജനം കാര്യങ്ങളൊക്കെ മനുഷ്യ പുരോഗതിക്കനുസരിച്ച് അതിന്റെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും സജ്ജീകരണങ്ങളൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കും. ഇതൊന്നും പ്രവാചക നിയോഗങ്ങളുടെ അല്ല. ഐതിഹ്യങ്ങളോ കെട്ടുകഥകളോ ഇതിന്റെ വിഷയങ്ങളല്ല. ഈ മരണമൊക്കെ ചിലപ്പോ ഇവിടെ എഴുതിയിരിക്കണം കേട്ടോ. ഇവിടെ ഞാൻ ഓതി വെച്ച ആയത്തിനും വല്ല എഴുതിക്കണം എന്താണോ, ആ ജനത കുറെ കാലം മരിച്ചു കിടന്നതാണ്. ഇസ്രായേൽ ജനത കുറെ കാലം മരിച്ചു കിടന്നിട്ട് പിന്നെ തരോല് നീച്ചത് അങ്ങനെ തന്നെ എഴുതിയിരിക്കണത്. അത് അതിന്റെ 72ാമത്തെ വചനത്തിൽ വരെ എഴുതിയിരിക്കണം. ഒരു ആളെ കൊന്നിട്ട്, അത് നമ്മൾ പണ്ട് പറഞ്ഞാണല്ലോ, ഒരാളെ കൊന്നിട്ട് അയാൾ വാലുകൊണ്ട്, ഒരു പശുവിന്റെ വാലുകൊണ്ട് തച്ചു നീപ്പിച്ച കഥ ഉണ്ടല്ലോ, അയാൾ കുറെ കാലം മരിച്ചു കിടന്നിട്ട് അപ്പോഴാണ് അവിടെ ഒരു പയ്യനറക്കേണ്ട കഥ ഉണ്ടാക്കിയത്. അങ്ങനെയായാലും അവസാനം ആ പശുവിനെ അവർ അറുത്തിട്ട് അതിന്റെ വാലുകൊണ്ട് ആ സാധനത്തിനെ തച്ചിനെ എണിപ്പിച്ചു. അവിടെ ഇവർ എഴുതിക്കുന്നത് അയാൾ മരിച്ചു കിടന്ന് കുറെ കാലം എന്നാണ്. യഥാർത്ഥത്തിൽ സത്യത്തിൽ എന്താണ് അവിടെ പറയുന്നത്? ഒരു കത്തൽത്തും നഫ്സെന്നാണ്. നിങ്ങൾ ഒരു ഐഡിയോളജിയെ തകർത്ത് കളഞ്ഞു, ഒരു പ്രത്യയശാസ്ത്രത്തെ. അതാണ് നഫ്സ്. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി എന്ന് പറയുന്നത് അവന്റെ ക്യാരക്ടർ, അവന്റെ സ്വഭാവം, അവൻ സ്വീകരിച്ച ആശയം, ഇതുകൊണ്ടാണ് ഒരു വ്യക്തിയാകുന്നത്. അല്ലാതെ ഒരു ശരീരം കൊണ്ടല്ല വ്യക്തിയാണ്. ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് അവന്റെ സ്വഭാവമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒമൻ കത്തല നഫ്സൻ കത്തലന്നാസമിയാന്ന് പറഞ്ഞല്ലോ. ഒരു വ്യക്തിയെ കൊന്നാൽ എല്ലാരെയും കൊന്ന പോലെയെന്ന് പറഞ്ഞാൽ ഒരു ആശയത്തെയാണ്, ഒരു ഐഡിയോളജിയാണ് അവരെ തകർക്കുന്നത്. ആ ജനത ഒരു ഐഡിയോളജിയെ തകർത്ത് തരിപ്പണമാക്കി. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റാരോപണം നടത്തി ഒഴിഞ്ഞുമാറി. നമ്മുടെ ഇന്നത്തെ പുരോഹിതന്മാർ അതേ പണി തന്നെ. വേദതത്വങ്ങൾ മൂടിവെക്കുകയും അതിനെ മറച്ചു വെക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റാരോപണം നടത്തുകയും ചെയ്തുകൊണ്ട് അവർ ഒഴിഞ്ഞുമാറി. അതാണ് വൈദ കത്തൽത്തും നഫ്സൻ താറത്തും വല്ലാഹു മുഖരിത്തും കുന്തും തത്തുമോൻ. നിങ്ങൾ മൂടിവെക്കുന്ന ദൈവിക സന്ദേശങ്ങളെ അള്ളാഹു ഇവിടെ രംഗത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. അവരൊരു ഐഡിയോളജിയാണ് തകർത്തിക്കുന്നത്, ഒരാളെ കൊന്നിട്ടല്ല. ഫഖ്തുലു അൻഫുസക്കും ശേഷം തന്നെ പറയുന്നുണ്ട്, ഇസ്രായേൽ ജനതയോട് തന്നെ പറയുന്നുണ്ട്, ഫഖ്തുലു അൻഫുസക്കും. അവരുടെ ശരീരത്തിന്റെ ഇച്ഛകളാണ് അവരുടെ അൻഫുസ്. ആ ഇച്ഛകളോടുള്ള പോരാട്ടമാണ് പറയുന്നത്. വതൂബു ഇലാ ബാരിക്കും, നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങൾ മടങ്ങുക. ദൈവത്തിന്റെ വ്യവസ്ഥതയിലേക്ക്, ദൈവത്തിന്റെ സന്ദേശങ്ങളിലേക്ക്, ദൈവികമായ മാർഗനിർദ്ദേശങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചു പോയിട്ട് ഫഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളോട് തന്നെ ഏറ്റുമുട്ടുക. അവരുടെ ഇച്ഛകളെ, അവരുടെ ശരീരേച്ഛകളെ, അവരുടെ താല്പര്യങ്ങളെ, അവരുടെ സ്വാർത്ഥതകളെ, ഇതിനോടൊക്കെ ഏറ്റുമുട്ടാനാണ് പറയുന്നത്. അത് അവരുടെ അൻഫുസാണ്. ഇവര് ദൈവത്തിന്റെ നഫ്സാണ്, ദൈവികമായ ആശയത്തെയാണ്, ഐഡിയോളജിയാണ് തകർത്ത് തരിപ്പണമാക്കിയത്. അതാണ് വൈദ കത്തൽത്തും നഫ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് പരസ്പരം അവർ ഒഴിഞ്ഞുമാറി. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളല്ല ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഒഴിഞ്ഞുമാറി. പക്ഷേ വല്ലാഹു മുഖരിജും ആ കുന്തും തട്ടുമോൻ, നിങ്ങൾ മൂടിവെക്കുന്ന വസ്തുതയുണ്ടോ അത് അള്ളാഹു ഇവിടെ രംഗത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും, യാതൊരു സംശയമില്ല. നിങ്ങൾ എത്ര മൂടി വെച്ചിട്ടും കാര്യമില്ല. സത്യത്തിന് ഒരു കാലഘട്ടത്തിലെങ്കിലും പുറത്തു വരാതിരിക്കാൻ കഴിയില്ല. സൂര്യനെ എത്ര കാലം നമുക്ക് മൂടിവെക്കാൻ കഴിയും? സൂര്യനെ അധികകാലം മൂടിവെക്കാൻ കഴിയില്ല. എന്നതുപോലെ തന്നെ ദൈവികമായ സത്യത്തെ ലോകത്തിന് മുമ്പിൽ മൂടിവെക്കാൻ അധികകാലം കഴിയില്ല.
ദൈവികമായ യാഥാർത്ഥ്യങ്ങൾക്ക് ഇവിടെ നിലവിലുള്ളത് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ പോകുന്നത്. മൂടി വെക്കാൻ കഴിയില്ല. മൂടി വെച്ചാൽ ഒരു സെക്കൻഡ് പോലും പിന്നെ ലോകമില്ല. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ദൈവികമായ വ്യവസ്ഥിതിയെ ഇവിടെ തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകം ഇങ്ങനെയെങ്കിലും പോണത്. അത് അറിഞ്ഞോ അറിയാതെയോ പാലിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അറിഞ്ഞോ അറിയാതെയോ സത്യവും നീതിയും ധർമ്മവും ഇങ്ങനെ ദൈവികമായ മൂല്യങ്ങൾ ഈ മാനവരാശിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ലോകം ഇങ്ങനെയെങ്കിലും പോകുന്നത്. അത് മൂടപ്പെട്ടാൽ ഒരു സെക്കൻഡ് പിന്നെ ലോകത്തിന് നിലനിൽപ്പില്ല. അതാ പറയുന്നത്. അപ്പൊ ഇതിനെ അള്ളാഹു നിങ്ങൾ മൂടി വെക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ നാം പറഞ്ഞു, അള്ള പറഞ്ഞു എന്നൊക്കെ പറയുന്നത് ആ മനുഷ്യന്റെ ആവശ്യകതയുടെ ഒരു തിരിച്ചറിവാണ്. അല്ലാതെ അള്ള ഇങ്ങനെ ഇറങ്ങി വരിക, ഒരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം നടത്തുക. അപ്പൊ ഇതിപ്പോ അവിടെ ഒരു വീട് കെട്ടിക്കോ, ഒരു കിണറും മുന്നിൽ കുഴിച്ചോ, ഒരു ചെടി നട്ടോ എന്നിങ്ങനെ പറയുന്നത് എന്ന പോലെ ഞാൻ വന്ന് പറഞ്ഞു നിങ്ങൾ അതിനെ അടിക്കുക. അങ്ങനെ അള്ള വന്ന് പറയല്ല. ഇവരുടെ ഒരു ആവശ്യകതയുടെ അവബോധം അവരിൽ ഉണ്ടാകുകയാണ്. അതാണ് അത് കുറച്ച് കൂടുതൽ പറയട്ടെ, അത് എപ്പോൾ നൽകാൻ അവിടെ ഇരിക്കട്ടെ. അത് ദിവ്യമായ ദൈവികമായ ഒരു ആവശ്യകത അവരിൽ ഉണ്ടായിത്തീരുകയാണ്. അല്ലാതെ സൈതലവി ആ ഖുർആനൊന്നും എടുത്തിട്ട് നാട്ടുകാർക്ക് ഒന്ന് വിവരിച്ചു കൊടുക്കുക ആ ആയത്ത്. അല്ലെങ്കിൽ അവിടെ ഒരു വീട് കയറ്റോ, കിണർ അവിടെ കുഴിച്ചാൽ വെള്ളം കിട്ടും, കുഴപ്പമില്ല, അവിടെ നല്ല വെള്ളമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അള്ള ഇങ്ങനെ വന്ന് കോൺവെർസേഷൻ ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ നടത്തല്ല. മൂടി വെക്കപ്പെട്ടു. ആ ജനത ദൈവികമായ ആശയങ്ങളെ തകർത്ത് തരിപ്പണമാക്കി അതിനെ മൂടി വെച്ചപ്പോൾ അതിന്റെ ആവശ്യകത അവർക്ക് അവിടെ ഉണ്ടാകുകയാണ്. ആവശ്യകത ഇതില്ലാതെ അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നു. അപ്പോൾ അത് അവർക്ക് അവിടെ സജീവമാക്കേണ്ട ആവശ്യം വരികയാണ്. അപ്പോഴാണ് അവരിൽ തോന്നുന്നത് എല്ലരി ബൂഹു, അതിനെ നിങ്ങൾ വിവരിച്ചു കൊടുക്കുക. അതാണ് എല്ലരി ബൂഹു എന്ന് പറഞ്ഞാൽ ഹൂ എന്ന് പറഞ്ഞാൽ ആ ഹൂ മടങ്ങുന്നത് മാക്കുന്തും തക്തുമൂന്ന് എന്നതിലേക്കാ. നിങ്ങൾ മൂടി വെക്കുന്ന എന്തുണ്ടോ അത് നെഫ്സിലേക്ക് ആ ഹൂ മടങ്ങാൻ പറ്റൂല. കാരണം നെഫ്സ് എന്ന പദം ഖുർആനിൽ എല്ലാ സ്ഥലത്തും സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നെഫ്സിനെ തല്ലാനാണെങ്കിൽ പൊക്കലിനെല്ലരി ബൂഹാന്നാ പറയാം. അതിനെ നിങ്ങൾ അടിക്കും. ഇപ്പൊ നീ വിവരിച്ചു കൊടുക്കുക. ലറബ എന്ന് പറഞ്ഞാൽ വിവരിക്കുക, ഡിസ്ക്രൈബ് ചെയ്യുക, അവർക്ക് വിവരിച്ചു കൊടുക്കുക. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, 50 ചില്ലാനം സ്ഥലങ്ങളിൽ ലറബ വന്നിട്ട് 44 46 സ്ഥലങ്ങളിൽ ഈ പാരമ്പര്യവാദികൾ തന്നെ പറയുന്നത് വിവരിക്കുവാനാ. നമ്മൾ പറയുന്ന അർത്ഥമല്ല ലറബ വിവരിക്കുക. ബാക്കി 2 സ്ഥലത്ത് ഒരു തല വെട്ടുക, ബാക്കി 3-4 സ്ഥലത്ത് തല്ലുക, ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഈ 50 ചില്ലാനം സ്ഥലങ്ങളിലും വിവരിച്ചു കൊടുക്കുക, ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ തന്നെ അർത്ഥം. നിങ്ങൾ ഏതൊരു ആശയത്തെയാണോ മൂടി വെക്കുന്നത് ആ ആശയം നിങ്ങൾ വിവരിച്ചു കൊടുക്കുക. ഏതുകൊണ്ട്? ബിബാലിഹ, നിങ്ങൾ അതാണ് ആ ഹ ആണ് നെഫ്സിലേക്ക് മടങ്ങുന്നത്. നിങ്ങൾ ആ തകർത്ത് കളഞ്ഞ ആ ഐഡിയോളജിയുടെ പ്രധാനപ്പെട്ട മുഖ്യമായ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ആ ഐഡിയോളജിയുടെ നിങ്ങൾ ഏതൊരു ആശയത്തെയാണോ ഏതൊരു പ്രത്യയശാസ്ത്രത്തെയാണോ നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയത്, ആ മൂടിവെച്ച ആ പ്രത്യയശാസ്ത്രത്തിന്റെ മുഖ്യമായ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ആ ജനതയ്ക്ക് നിങ്ങൾ അതിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് വിവരിച്ച് വിശദീകരിച്ചു കൊടുത്ത് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്ക്. അപ്പോൾ എന്ത് സംഭവിക്കും? കദാലിക യുഹ്യില്ലാഹുൽ മൗത, അപ്പോൾ നിർജീവമായ ജനതകൾക്ക് സജീവത കിട്ടും. അങ്ങനെയാണ് മരിച്ചവരെ അള്ളാഹു ജീവിപ്പിക്കുക. അതാണ് ജ്ഞാനവും അറിവും കൊടുക്കലാണ് ഒരു ജനതയുടെ ജീവിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അറിവാണ് ഖുർആൻ ഏത് രംഗങ്ങളിലും പറയുന്നത്. അറിവല്ലാത്ത ഒന്ന് ഖുർആൻ പറയുന്നേയില്ല. ഒരു അധികാരത്തിന്റെ 1ാമത്തെ മാനദണ്ഡം വരെ ഖുർആൻ അറിവാ പറയണം. അതാണ് അല്ലമ ആദമൽ അസ്മാ. ഒരു ഖിലാഫത്ത് ഏൽപ്പിക്കാൻ പോകുമ്പോൾ ആദ്യമായിട്ട് ഇൽമാണ് കൊടുക്കുന്നത് ആ ജനതക്ക്. ആദം എന്ന് പറയുന്ന ജനതക്ക് അറിഞ്ഞുകൊണ്ടാണ് ആ പറഞ്ഞത് കേട്ടോ. ആദം എന്ന് പറയുന്ന വ്യക്തിയല്ല, ആദം എന്ന് പറയുന്ന സമൂഹത്തിന് ആദ്യമായിട്ട് ഇൽമാണ് കൊടുക്കുന്നത്. ജാലൂത്തിന് അവിടെ ഒരു രാജാവിനെ നിയമിക്കാൻ പറഞ്ഞു. ഇതേ അൽബക്കറി തന്നെ പറയുന്നത്, അതിന് ഞാൻ ശേഷം പറയുന്നു. അവർ പറഞ്ഞു ഞങ്ങൾക്കൊരു മലിക്ക് വേണം, രാജാവ് വേണം. അവർക്ക് ദാവൂദ് ഒരു മലിക്കിനെ നിശ്ചയിച്ചു കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് നീ നിശ്ചയിച്ച രാജാവിന് മുതലില്ലല്ലോ എന്നാ. മുതലില്ലാത്ത ഒരാളെയാണോ ഞങ്ങൾക്ക് മലിക്കായിട്ട് തന്നിക്കുന്നത്? മുതലേ
അതിന് അള്ള പറഞ്ഞ ദാവൂദിനോട് പറയാൻ പറഞ്ഞത്, ബുദ്ധിയെ അയാൾക്ക് ഇൽമും ജിസ്മും പവറും അറിവും കൊടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഖുർആൻ ആത്യന്തികമായി പരിശോധിച്ച് നോക്കിയോളൂ. അറിവാണ് മനുഷ്യന്റെ മുഖ്യമായ ഒരു വസ്തു എന്ന അറിവിനെ ഇത്രമാത്രം പ്രോത്സാഹിപ്പിച്ചു പറഞ്ഞ ഒരു വേദഗ്രന്ഥം ഞാൻ കണ്ടിട്ടില്ല. മറ്റത് മുഴുവനും എനിക്കറിയില്ല കേട്ടോ, എനിക്ക് അറിവിന്റെ ഇല്ലതാ പറയണത്. അറിവാണ് ഏതിൻ്റെയും ഫസ്റ്റ് മാനദണ്ഡം. ജ്ഞാനമാണ്, അറിവാണ് മനുഷ്യന് വെളിച്ചം കിട്ടാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളതാണ്. അറിവില്ലാത്ത മനുഷ്യനെ ഏത് രംഗത്തേക്കും നയിക്കാൻ പറ്റും നമുക്ക്, അറിവുള്ളവനെ എങ്ങോട്ട് നയിക്കാം. അറിവന്നെ മനുഷ്യന്റെ വ്യതക്കും സമാധാനത്തിനൊക്കെ കാരണം അതന്നെയാണ്. അപ്പൊ അറിവാണ് മനുഷ്യന്റെ ഏറ്റവും മുഖ്യമായ ഒരു സംഗതി. അതൊരു അധികാരത്തിനാണെങ്കിലും ഖിലാഫത്ത് കൊടുക്കുന്ന ആദമിന് പറഞ്ഞതും അല്ലമാനാണ്, ഇൽമു കൊടുത്തു എന്നാണ്, അറിവ് കൊടുത്തു എന്നാണ്. ദാവൂദിനോട് ആ സമൂഹം ഞങ്ങൾക്കൊരു രാജാവിനെ നിശ്ചയിച്ചു കൊണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു രാജാവിനെ നിശ്ചയിച്ചു കൊടുത്തു. അവരിൽ ഈ നിയമം എക്സിക്യൂട്ടീവ് ചെയ്യാൻ പറ്റിയ, നടപ്പിലാക്കാൻ പറ്റിയ ഒരു രാജാവിനെ നിശ്ചയിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അത്ര മുതലില്ലാത്ത ഒരാളെനെ പറ്റി ഞങ്ങൾക്ക് നിയമിച്ചു തന്നിക്കണം. അപ്പൊ അതിന് പറഞ്ഞ മറുപടി, അദ്ദേഹത്തിന് ഇൽമും ജിസ്മുമുണ്ട്, അതിനുള്ള ആംബിയർ പവറുമുണ്ട്, അയാൾക്ക് അതിനുള്ള അറിവുമുണ്ട് എന്നാണ്. ഈ അറിവും ഇതിന് ജിസ്മും കിട്ടിയ ആളുങ്ങൾക്ക് വേണമെന്നാ ചോദിച്ചത്. അപ്പോ അറിവാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി. അപ്പൊ അതാണ് ആ ജനതയ്ക്ക് നാം പറഞ്ഞു, നിങ്ങൾ അത് വിവരിച്ചു കൊടുക്കുക അവർക്ക്. ഏതിനെ? അവര് ആ മൂടി വെച്ച വസ്തുത എന്താണോ അത് അവർക്ക് വിവരിച്ചു കൊടുക്കുക. ഏതുകൊണ്ടാണ് നിങ്ങൾ വിവരിച്ചു കൊടുക്കേണ്ടത്? ബി കൊണ്ട്, ബാലിഹ അതിന്റെ ചിലത്, ഹാന്ന് പറഞ്ഞാൽ അതാണ് നെഫ്സിൽക്ക് തുടങ്ങുന്നത്. ആ നിങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയ, നശിപ്പിച്ചു കളഞ്ഞ ആ പ്രത്യയശാസ്ത്രത്തിന്റെ ആ ആശയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മുഖ്യമായ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് അത് നിങ്ങൾ അവർക്ക് വിവരിച്ചു കൊടുക്കുക. കദാലിക യുഹ്യില്ലാഹുൽ മൗത, അങ്ങനെ നിർജീവരായ ആളുകളെ അള്ളാഹു സജീവരാക്കുന്നു. എന്തിന്? ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, കാര്യങ്ങളെ വിവേചിച്ചറിയാൻ വേണ്ടിയിട്ട്. ഈ പയ്യന്റെ വാലുകൊണ്ട് തച്ചിട്ട് നീപ്പിക്കുന്നത് എന്താ ചിന്തിക്കാനുള്ളത്? ഇനിയിപ്പോ ഈ ആയത്തും നമുക്കിപ്പോ പ്രായോഗികമുണ്ടോ? ഈ ആയത്തിനിപ്പോ നമ്മളെന്താ കാട്ടുക? ഇവരുടെ വ്യാഖ്യാനാണെങ്കിൽ ആ ആയത്ത് നിന്ന് വെട്ടുക. ചോന്ന മത്സ്യമുണ്ട്, കുട്ടികളുണ്ട്, ഈ ഓരോന്ന് വെട്ടുക. ഇത് വേണ്ട. സൂര്യസീന മരങ്ങളെ മുകളിൽ ഇങ്ങനെ പൊക്കി പിടിച്ച് നിങ്ങൾ എടുത്തോളാം. ഇനിയിപ്പോ അത് വേണ്ട, കാരണം ഇപ്പൊ സൂര്യസീന നമ്മളെ മുകളിൽ പൊക്കിട്ടില്ല, അത് വേണ്ട. ഇങ്ങനെ ഓരോന്ന് തിന്നാൻ വെട്ടാനുള്ളൂ. ഇവർ പറയുന്ന അർത്ഥപ്രകാരമാണെങ്കിൽ ഖുർആനിൽ കാര്യമായിട്ടൊന്നും ഇനിയിപ്പോ ഒന്നുമില്ല, തൊട്ട് വെട്ടിയാൽ മതി. ഇനി ഞാൻ പറയാൻ പോണ ആയത്തോടാണ്. അതില് ഒരാളെ 100 കൊല്ലം ഒരു ജനസമൂഹത്തിൽ മരിപ്പിച്ച് കിടത്തി, ഓനെ നീപ്പിച്ചിട്ട് ചോദിച്ചു, അഞ്ചിപ്പോ എത്ര കാലം? അപ്പൊ കുറച്ച് കാലമൊക്കെ മരിച്ചുക്കണം. അന്റെ ഫുഡൊക്കെ നോക്കാം, അതൊന്നും കേടുവന്നിട്ടില്ല. 100 കൊല്ലം കഴിഞ്ഞിട്ട് മൂപ്പരെ ഭക്ഷണമൊന്നും കേടുവന്നിട്ടില്ല. അതിന്റെ കഴുത നോക്കാം, അത് ഈ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അല്ലേ എല്ലും തോലായിട്ട്, ഇംഗ്ലീഷ് സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഈ എല്ലൊക്കെ കാണാം, മാംസമൊക്കെ ഇങ്ങനെ വെച്ചിട്ട്. ഈ ആ ആയത്തിന് ഇപ്പൊ നമുക്ക് എന്തിനാ? ആ ആയത്ത് എന്തിനാ അതിൽ വെച്ചിട്ട്? കഥ പറഞ്ഞു പഠിക്കാണോ? ഇങ്ങനെ ഞാൻ വെട്ടി നോക്കുമ്പോ അല്ലേ, ഞാൻ ഒരു തലക്കുന്നവർക്ക് വെട്ടി നോക്കുമ്പോ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഇതില് ഒരു 100 ആയത്തിന്റെ താഴെ ഉണ്ടാവും ഇന്ന് ആവശ്യമുള്ളത്. ബാക്കി ഇങ്ങനെ ഓരോ നിയമസംഹിതകൾ ഇങ്ങനെ ആലോചിക്കും. നിയമസംഹിതകൾ കുറെ വെട്ടി, ഇതിപ്പോ കഥകൾ ഇങ്ങനെ കുറെ വെട്ടി, നിയമസംഹിതകൾ ഞാൻ കുറെ വെട്ടി. 4 പെണ്ണെട്ടല്ലേ, എനിക്കിപ്പോ അതിന്റെ ആവശ്യമില്ല, അത് വെട്ടി. എനിക്കിപ്പോ 4 പെണ്ണെട്ടാൻ വയ്യ, അപ്പൊ അത് എനിക്ക് ആവശ്യമില്ല, അത് വെട്ടി. ഇങ്ങനെ തലാക്ക്, അതും വെട്ടി. കാര്യം എന്റെ പെണ്ണുങ്ങളിപ്പോ ഏതായാലും കാര്യം തീർക്കണില്ല. ഇങ്ങനെ ഇതിലൊന്നും വെട്ടി നോക്കുമ്പോ കാര്യമായിട്ട് ഇതിലൊന്നുമില്ല സഹോദരങ്ങളെ, ഇതിലൊന്നുമില്ല. അപ്പൊ ഇനി ഞാൻ അവിടേക്ക് പോകാം. അല്ലാഹു യുഖ്രിജുല്ലദീന ആമനു, അല്ലാഹു വലിയുല്ലദീന ആമനു. അല്ലാഹുവാണ് മുഅ്മിനീങ്ങളുടെ രക്ഷാധികാരി. ഭൂമിയിൽ സമാധാനവും ശാന്തിയും ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുടെ രക്ഷാധികാരി അല്ലാഹുവാണ്. അത് കുറച്ച് പറയാണ്ട് അപ്പൊ പറയുന്നില്ല, കാരണം അവരുടെ രക്ഷാധികാരി അള്ളേ ആവുള്ളൂ, വേറെ ആൾക്ക് രക്ഷാധികാരി ആകാൻ പറ്റൂല. യുഖ്രിജുഹും, ആ അള്ളാഹു അവരെ രംഗത്ത് കൊണ്ടുവരുന്നു. എവിടെ നിന്ന്? മിനൽ ളുലുമാത്തി, ഇരുട്ടുകളിൽ നിന്ന്.
ഏതൊക്കെ ഇരുട്ട്? ഏതൊക്കെ ഇരുട്ട്? അറിവില്ലായ്മ ഒരു ഇരുട്ടാണ്, പട്ടിണി ദാരിദ്ര്യം ഇരുട്ടാണ്, അനീതി ഇരുട്ടാണ്, അസത്യം ഇരുട്ടാണ്, ചൂഷണങ്ങൾ ഇരുട്ടാണ്, അന്ധവിശ്വാസങ്ങൾ ഇരുട്ടാണ്. ഇനി ഏതേത് ഇരുട്ടുകളുണ്ട്? സമൂഹത്തിന് ദ്രോഹകരമായി എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇരുട്ടുകളാണ്. ആ ഇരുട്ടുകളിൽ നിന്ന് ഒരൊറ്റ വെളിച്ചമേ ഉള്ളൂ. ആ വെളിച്ചത്തിലേക്ക് അള്ളാഹു അവരെ കൊണ്ടുവരുന്നു. ഇതാണ് അള്ളാഹുവിന്റെ പണി. ഈ പണി ആരെടുക്കുന്നുവോ അവനാണ് മുഅ്മിനീങ്ങളുടെ രക്ഷാധികാരി. ആ സൃഷ്ടാവ് അവനാണ്. അത് ഈ പ്രപഞ്ചത്തിന്റെ, ഈ പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന സത്യമാണത്. ആ സത്യം നിങ്ങളെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അകപ്പെട്ട ഇരുട്ടുകൾ ഏതൊക്കെയുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, അറിവില്ലായ്മ മനുഷ്യന്റെ ഇരുട്ടാണ്, അന്ധവിശ്വാസം ഇരുട്ടാണ്, അജ്ഞത, ചൂഷണങ്ങൾ, അക്രമങ്ങൾ, അനീതികൾ ഒക്കെ ഇരുട്ടാ. അതൊക്കെ പൈശാചികതയുമാണ്. പിശാച് ഒരിക്കലും മനുഷ്യന് നന്മ തരികയേ ചെയ്യൂല. പിശാച് മനുഷ്യന്, ഇവർ പറയുന്നത് ഒരു നന്മ, ഒരു ചായ കുടിക്കാൻ പറ്റില്ല, അത് ശൈത്താനാണ്. ശൈത്താൻ ഈ ഭൂമിയിൽ ഒരു നന്മയും മനുഷ്യന് കൊടുക്കൂലാണ്. ഒരു സുഖങ്ങളും മനുഷ്യന് ഭൂമിയിൽ ശൈത്താന് കൊടുക്കാൻ കഴിയില്ല. എന്നാ പിശാച് വേണ്ടേ? പിശാച് വേണം. പിശാചില്ലെങ്കിൽ സംഗതി നടക്കൂല. അത് ചിലവരുണ്ട്, എന്തിനാ ഈ അള്ളാഹു ശൈത്താനെ പടത്തുക്കണോ? ഈ അള്ളാഹിനെ നിഷേധിക്കുന്ന കൂട്ടത്തില് ഖുർആനി അള്ളാഹുവിനെയൊക്കെ ഒരു തമാശയായിട്ട് കാണുന്ന ചില ആൾക്കാർ, എന്തിനാ ഈ അള്ളാഹ് ഈ ശൈത്താനെയും പടത്തേക്കുന്നത്? അള്ളാഹ് വെറും അള്ളന്നെ പോലെ. ഈ ഇബ്ലീസിന്റെ ഒരു പണിയും ഭൂമിയിൽ വേണ്ട. ഞാൻ പറഞ്ഞു, നെഗറ്റീവ് ഇല്ലാതെ ഒരു പോസിറ്റീവ് ഉണ്ടാവില്ല. പോസിറ്റീവ് എനർജി ഉണ്ടാകണമെങ്കിൽ തന്നെ നെഗറ്റീവ് വേണം. അത് സയൻസാണ്. നെഗറ്റീവ് ഇല്ലാതെ മനുഷ്യന് ഒരു തുലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. നമ്മളന്ന് പറഞ്ഞില്ലേ, ഒരു തുലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അത് വെറും നീതിയിൽ മാത്രമേ നിൽക്കുള്ളൂ. ഇനി ഒരാൾക്ക് സാധനം അളന്നു കൊടുക്കാൻ എന്താ കാട്ടുക? ഈ സാധനം അളന്നു കൊടുക്കാനും അത് അനീതിയിലേക്ക് പോകണം. എന്നാലേ അതിന് നീതിയിൽ നിലനിർത്താൻ പറ്റുള്ളൂ. ഈ പ്രപഞ്ചം നിലനിൽക്കുള്ളൂ. ഏത് ഊർജത്തിന്റെ സ്രോതസ്, ഏതും മനുഷ്യന് ഭാവന, മനുഷ്യന് പ്രവർത്തനത്തിന് പ്രചോദനം. അവന് ആവേശമുണ്ടെങ്കിൽ, അവനിൽ നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അവന് നന്മയിലേക്ക്, ഗുണത്തിലേക്ക് പ്രവർത്തിക്കാനുള്ള താല്പര്യമുണ്ടാവുള്ളൂ. അത് തെരഞ്ഞു പോകാനുള്ളതല്ല എന്ന് മാത്രം. അത് തെരഞ്ഞു കണ്ടുപിടിക്കാനുള്ളത്. ശൈത്താനെ തെരഞ്ഞു പോകാനില്ല. ശൈത്താൻ ഇവനിൽ തന്നെയാണെന്ന് മാത്രം. നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ആ സാധനം. ആദനെവിടെത്ത് ശൈത്താൻ എവിടെ വന്ന? മൂപ്പരത്ത് തന്നെ വന്നത് ശൈത്താനെ. ഇവര് ശൈത്താനെ തരാം. അവിടെ ശൈത്താൻ വന്നിരുന്നിട്ട് മൂപ്പര് പിശാചി എന്ന് പറയുന്നതും ഇവനിൽ തന്നെയാണ്. ഇത് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ്. പിശാചി ഇവനിൽ തന്നെയാണ്. ഇവർ ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നൽ. ചില ആര് ബുദ്ധി, യുക്തി, ചിന്ത, ഭയങ്കര ചിന്ത എന്നൊക്കെ പറയുന്ന ആളുകളാണ്. എന്തിനാ അള്ളാഹു ഇവിടെ തിന്മകൾ ഉണ്ടാക്കണം? വെറും നന്മ ഉണ്ടാക്കിയപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ചോദിച്ചു, ഒരു തുലാസ് നീതിയിൽ എങ്ങനെ നിൽക്കുള്ളൂ? വേറെ എങ്ങോട്ടും അനങ്ങൂലാതെ. ഇനി നമ്മൾ ഒരു സാധനം ഒരാൾക്ക് 1 കിലോ തൂക്കി കൊടുക്കണം, എന്താ കാറ്റം? എന്തെങ്കിലും കാറ്റും? അത് ഈ നന്മയും തിന്മയും നീതിയും അനീതിയും എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചേ ഉള്ളൂ. അതിന്റെ ആപേക്ഷികാണ്. വിഷയം പോകും. അതിന്റെ ആപേക്ഷികാണ്. മനുഷ്യരിലേക്ക് നമ്മളിലേക്ക് ഒരു വസ്തു ചേർക്കുമ്പോൾ നമുക്കത് തിന്മയാണെങ്കിലും വേറൊരു വസ്തുവിലേക്കോ വേറൊരു ജീവജാലത്തിലേക്കോ അത് ചേർക്കുമ്പോൾ അത് അവർക്ക് നന്മയാണ്. അള്ളാഹ്ക്ക് ഇത് രണ്ടും ഉണ്ടാക്കാതിരിക്കാൻ പറ്റൂല. പ്രകൃതിക്ക് ഇത് രണ്ടും നിലനിർത്താതിരിക്കാൻ പറ്റൂല. ഇപ്പൊ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പറ്റൂല എന്ന് വിചാരിച്ചിട്ട് അത് ഇവിടെ നിലനിർത്താതിരിക്കാൻ പറ്റൂല. കാരണം ഇത് ആവശ്യമുള്ള വസ്തുക്കൾ ഒരുപാട് ഇവിടെ ഉണ്ട്. ആ വസ്തുക്കൾ അത് ഉപയോഗിച്ചിട്ട് ആ വസ്തുക്കൾ നിലനിന്നെങ്കിലേ മനുഷ്യന് നിലനിൽക്കാൻ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ചെടികൾ നിലനിന്നെങ്കിലേ, ആ ചെടികളും മരങ്ങളും പ്രപഞ്ചത്തിലുണ്ടെങ്കിലേ മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ സാധ്യമാവുകയുള്ളൂ. ഇത് ഈ 2 വസ്തു
ഒന്ന് നമുക്ക് ഗുണവും ഒന്ന് നമുക്ക് ദോഷവുമാണെങ്കിലും ഒരു വസ്തു മറ്റുള്ളവർക്ക് ഗുണവും നമുക്ക് ഗുണമാവുന്ന വസ്തു മറ്റുള്ളവർക്ക് ദോഷമാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ഇത് രണ്ട് വസ്തുക്കളെ ആകുന്നുള്ളൂ. ഈ പ്രകൃതിയെ സംബന്ധിച്ച് ഈ രണ്ട് വസ്തുക്കളെ ഇതാകുന്നുള്ളൂ. ഗുണവും ദോഷവും ഇത് വസ്തുക്കളിലേക്കോ വ്യക്തികളിലേക്കോ ജീവജാലങ്ങളിലേക്കോ ചേർക്കപ്പെടുമ്പോൾ അത് ആപേക്ഷികതക്കനുസരിച്ചിട്ടാണ് അത് ഗുണമോ ദോഷമോ ആകുന്നത്. അത് കുറച്ച് താത്വികമായി നിങ്ങൾ ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ഘടന നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സംഗതിയാണ്. വൃത്തികേടുണ്ടാവുമ്പോഴേ വൃത്തിയുള്ളൂ. വൃത്തി തന്നെയല്ല, ആകെ വൃത്തിയുള്ളെങ്കിൽ പിന്നെ വൃത്തികേടില്ല. വൃത്തികേട് ഏതാണെന്ന് അറിയുമ്പോഴേ നമുക്കത് വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വൃത്തിയാക്കാം. നമ്മൾ മലമൂത്ര വിസർജനം ചെയ്താൽ അതും വൃത്തി, ഒക്കെ വൃത്തിയുള്ളൂ. പിന്നെ വൃത്തികേടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ശുദ്ധിയാക്കാനുള്ളത്? അപ്പൊ ഇത് ഇവിടെ രണ്ടും ഇവിടെ ആവശ്യമാണ്. അള്ളാഹുവിലല്ലാതെ പ്രകൃതിയിലല്ലാതെ രണ്ടെണ്ണമില്ലാത്ത ഒന്നുമില്ല. പ്രകൃതി അള്ളാഹുവിലല്ല, അള്ളാഹുവിന് മാത്രം രണ്ടെണ്ണമല്ല, ബാക്കിയുള്ളതിനൊക്കെ രണ്ടുണ്ട്. അത് അതിന്റെ ഊർജത്തിന് ശക്തി കിട്ടണമെങ്കിൽ, പ്രചോദനം കിട്ടണമെങ്കിൽ, പ്രവർത്തനങ്ങൾക്ക് ശക്തി കിട്ടണമെങ്കിൽ ഈ രണ്ടും അതിൽ നിലനിൽക്കൽ ആവശ്യമാണ്. ഇവനിൽ തന്നെയാണ് പൈശാചികതയുള്ളത്. ആ പൈശാചികതയെ മൂടിവെച്ച് അവനിൽ നന്മ അവനിൽ കൊണ്ടുവരിക എന്നുള്ള ഈ തിരിച്ചറിവിന്റെ ബോധമാണ് മനുഷ്യന്. അല്ലെങ്കിൽ മനുഷ്യന് ബുദ്ധി തന്നെയല്ലല്ലോ. മനുഷ്യനല്ലെങ്കിൽ ബുദ്ധിയുടെ ആവശ്യം തന്നെയല്ല, പ്രവർത്തന സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യമില്ല, തിരിച്ചറിവിന്റെ ആവശ്യമില്ല, നന്മയും തിന്മയും തിരിച്ചറിയേണ്ട ആവശ്യമില്ല. ഒരു മൃഗതൃഷ്ണ മാത്രമേ അവനിൽ പിന്നെ ഉണ്ടാവുള്ളൂ. ഒരു മൃഗതുല്യത മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു മൃഗം എങ്ങനെയാണോ അതിന്റെ ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് പിന്നെ മനുഷ്യൻ അധപ്പതിക്കുകയാണ് ചെയ്യുന്നത്. ആ വിഷയം അവിടെ ഇപ്പോൾ തൽക്കാലം നിർത്തുക. അപ്പൊ ഞാൻ പറയുന്നത് അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ വല്ലദീന കഫറു. എന്നാൽ ഈ സത്യത്തെ തള്ളിക്കളയുന്ന ആളുകൾ ഔലിയാഹും അവരുടെ രക്ഷാധികാരികൾ അത്താവൂത്തു അക്രമമാണ്. അക്രമത്തിന്റെ വ്യവസ്ഥിതിയാണ് അവരുടെ രക്ഷാധികാരി. അതന്നെന്ന് ലോകത്ത് കാണുന്നത് മുഴുവൻ. ഞാൻ പറഞ്ഞല്ലോ, ആകത്തുക ഈ ഖുർആനിന്റെ ആകത്തുക സമാധാനപൂർണമായ ഒരു ജീവിതം, അക്രമം അവസാനിപ്പിച്ച് ഐക്യത്തോടും സ്നേഹത്തോടും കൂടി ഭൗതിക വിഭവങ്ങൾ പങ്കിട്ട് അനുഭവിച്ച് പരസ്പരം ശത്രുതയോ അക്രമങ്ങളോ ചൂഷണങ്ങളോ പിടിച്ചുപറികളോ ഒന്നുമില്ലാത്ത സമാധാനപൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഖുർആൻ മുന്നോട്ട് വെക്കാനുള്ളത്. താഗൂത്ത് അക്രമികളുടെ രക്ഷാധികാരികളാണ്. അക്രമത്തിന്റെ വ്യവസ്ഥിതിയും അക്രമത്തിന്റെ ആളുകളും ഒക്കെ ആണ് ദൈവസത്യങ്ങളെ ദൈവിക മാർഗനിർദ്ദേശങ്ങളെ തള്ളിക്കളയുന്ന നിഷേധിക്കുന്ന ആളുകളുടെ രക്ഷാധികാരികൾ അവരാണ് അതിനെ രക്ഷയായിട്ട് കാണുന്നത്. അവർക്ക് അക്രമത്തിലൂടെയാണ് രക്ഷയുള്ളൂ എന്നാണ് അവർ വിചാരിക്കുന്നത്. ആ പ്രത്യയശാസ്ത്രത്തെയാണ് അവർ രക്ഷാധികാരിയായിട്ട് കാണുന്നത്. പക്ഷേ ഭൂമിയിൽ സമാധാനമുണ്ടാക്കുന്ന ആളുകൾ അവരുടെ രക്ഷാധികാരിയായിട്ട് കാണുന്നത് അള്ളാഹുവിനെയാണ് എന്ന് പറഞ്ഞാൽ അവർ സത്യത്തെയാണ് കാണുന്നത്, അവർ നീതിയെയാണ് കാണുന്നത്, അവർ ധർമ്മത്തെയാണ് കാണുന്നത്, അവർ സമാധാനത്തെയാണ് കാണുന്നത്, അവർ ഐക്യത്തെയാണ് കാണുന്നത്, അവർ ദൈവിക അനുഗ്രഹങ്ങൾ പങ്കിട്ട് അനുഭവിക്കുന്നതിനെയാണ് കാണുന്നത്. ഇതൊക്കെയാണ് അള്ളാഹു, ഇതിനെയൊക്കെയാണ് അവരവരുടെ രക്ഷാധികാരിയായിട്ട് കാണുന്നത്. എന്നാൽ അക്രമത്തെയും അക്രമികളെയും അക്രമത്തിന്റെ വ്യവസ്ഥിതികളെയുമാണ് ഈ സത്യത്തെ നിഷേധിക്കുന്ന ആളുകൾ അവര് രക്ഷാധികാരികളായിട്ട് കാണുന്നത്. മുസ്ലിം ലോകം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏകദേശം അതാണ്. അക്രമത്തെയാണ് അവരുടെ മോചനമാർഗമായിട്ട് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അതിനും അവർ കൂട്ടുപിടിക്കുന്നത് അള്ളാഹുവിനെയാണ്. നിരപരാധികളായ പിഞ്ചു പൈതങ്ങളെ വെടിവെച്ച് കൊല്ലാനും അവർ അക്രമത്തെയാണ് അവരുടെ രക്ഷാധികാരിയായിട്ട് കാണുന്നത്. പക്ഷേ അള്ളാഹുവിനെ രക്ഷാധികാരിയായിട്ട് കാണുന്നത് മുഅ്മിനീങ്ങളാണ്. അങ്ങനെ കാണുന്ന ആളുകളെ അവരെ ഇരുട്ടുകളിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് അവരെ കൊണ്ടുവരികയും ചെയ്യും. ഇതാണ് മാറ്റം. എന്താ അതിൽ കുഴപ്പം? ഈ അള്ളാഹുവിനെ സ്വീകരിച്ച ഒരു കുഴപ്പം എനിക്ക് കാണാം. സമാധാനത്തില്, നീതിയില്, ധർമ്മത്തില്, ദൈവിക അനുഗ്രഹങ്ങൾ പങ്കിട്ട് അനുഭവിക്കുന്നതില്, ഐക്യത്തിൽ ജീവിക്കുന്നതില്, മനുഷ്യ ബുദ്ധി ഉപയോഗിക്കുന്നത്, അറിവ് കണ്ടെത്തല്, ചൂഷണമില്ലായ്മ, ഇങ്ങനെ സാമൂഹികമായ തിന്മകൾ ഏതൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ പുറത്തു വരിക എന്നുള്ളതാണ് ദൈവത്തിന് രക്ഷാധികാരിയായിട്ട് കാണുക.
ഇനി അതിനൊരു ഉദാഹരണമാണ്, പിന്നെ 2-3 ഉദാഹരണങ്ങളാണ് പിന്നെ വിവരിക്കുന്നത്. ഖുർആൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഖുർആനിലെ വചനങ്ങൾ മുഴുവൻ. എനിക്ക് മനസ്സിലായത് അത് ഇവര് പറയുമ്പോഴത്തെ ഖുർആൻ എനിക്ക് പരിചയപ്പം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാണ്. ഇവര് അപ്പോഴത്തെ പരിഭാഷ വായിച്ച മൂസാനബിയുടെ കഥ അങ്ങോട്ട് പറയും, അപ്പൊ തന്നെ പരലോകത്തിലേക്ക് പോകും, അപ്പൊ തന്നെ പോരും നിസ്കാരത്തിലേക്ക്, അപ്പൊ തന്നെ പോകും പെണ്ണിനെ കാര്യം തീർക്കലിലേക്ക്, ഉടനെ പിന്നെ അപ്പൊ അടുത്ത സ്റ്റെപ്പ് വേറെ എന്തെങ്കിലും മാമൻ എവിടെ എടുക്കണം വരും. ഇങ്ങനെ ഒരു പാലും തലയില്ലാത്ത, ഇതിപ്പോ അള്ളാടെ കിതാബ് തന്നെയാണോ എന്ന് തോന്നിപ്പോണ രൂപത്തിൽ അപ്പോഴത്തെ ഇതിന്റെ പരിധി. അതെ, പരലോകം ഇങ്ങനെ പറഞ്ഞ് പകുതി വെച്ചിട്ടാണ് അള്ള വിഷയം. ഉടനെ പോകണം, ഉടനെ നിസ്കാരത്തിലേക്കാണ് പോകും, അപ്പൊ ചെയ്യാമെന്ന ആളിലേക്കാണ് പോകും, അപ്പൊ പെണ്ണിനെ കാര്യം തീർക്കണേ വരും, പിന്നെ അപ്പൊ തന്നെ മറ്റേ കൃഷി ഇറക്കൽ വരും. ഇങ്ങനെ ഒരു നിലക്കുള്ള ബന്ധമില്ലാത്ത ഈ പരിഭാഷ വായിച്ചിട്ട് എങ്ങനെ ഈ 1400 കൊല്ലം ഈ ജനങ്ങൾ പോകുന്നു എന്നിങ്ങനെ ആലോചിക്കുന്നു. ഈ പരിഭാഷ വായിച്ചിട്ട് വരാം. ഇത് പറഞ്ഞില്ലേ, ഇത് ഒരു ആയത്ത് പറഞ്ഞു. ഇതിപ്പോ ഞാൻ ആദ്യം മുതൽ പറയുകയാണെങ്കിൽ ഒന്നൊന്നിന്റെ ടോർവ ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം. ഒന്നൊന്നിനോട് ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോ ആ പറഞ്ഞ സംഭവത്തിന് ഒരു തെളിവ് അവരുടെ മുമ്പിൽ വെക്കും. ഇപ്പോ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്കും വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കും കൊണ്ടുപോകുന്ന ഒരു തത്വസംഹിത മുന്നിൽ വെച്ചു. ഇനി ഒരു 10-20 ഇനി തുടർന്നു വരുന്ന വചനങ്ങളൊക്കെ ഇതിന്റെ തുടർച്ചയാണ്. അതിന് 2 സംഭവങ്ങൾ ചരിത്രത്തിൽ നിന്ന് എടുത്തു ഉദ്ധരിക്കാൻ, മനുഷ്യരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പിന്നീട് അറിവാണ്. പിന്നെ അത് പറഞ്ഞു. പിന്നെ പറയുന്നത് അവരുടെ സാമ്പത്തികമായ അസന്തുലിതത്വം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നീട് ധനവിനിമയത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ധനവിനിമയ രംഗത്ത് നിങ്ങൾ അവിടെയും ഇരുട്ട് വരാൻ സാധ്യതയുള്ളതാണ് പലിശ, ചൂഷണം. പിന്നെ പറയുന്നത് അതാണ്. അവിടെയും ആ രംഗത്തും ചിലപ്പോൾ ഇരുട്ട് കയറി വരാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾ നടത്തുന്ന സാമൂഹികമായ കരാറുകളും ഇടപാടുകളും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ അത് സമൂഹത്തിന് തിന്മ വരുന്നതാണ്. ആ സമൂഹത്തെ വീണ്ടും ഇരുട്ടിലേക്ക് നയിക്കാൻ കാരണമാകുന്ന ഒന്നാണത്. അതുകൊണ്ട് അത് എഴുതി വെക്കണം. ഇങ്ങനെ ഒന്നൊന്നിനോട് കോർത്തുകൊണ്ടാണ് ഈ ഖുർആൻ പോകുന്നത്. ഒന്നൊന്നിനോട് കോർത്തുകൊണ്ടാണ് പറയുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതും വെളിച്ചത്തിൽ നിന്ന് ഇരുളുകളിലേക്ക് കൊണ്ടുപോകുന്നതും ഇപ്പൊ ഈ വചനത്തിൽ പറഞ്ഞു. ഇനി 2-3 സംഭവങ്ങളാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ആധിപത്യം കൊടുത്തു. ആ മനുഷ്യൻ ആധിപത്യം കൊടുത്തു എന്നാണ്. അവൻ ഇപ്പോൾ വെളിച്ചത്തിലാണ്. ആ വെളിച്ചത്തിൽ കഴിയുന്ന മനുഷ്യൻ ഇനി ഇരുട്ടിലേക്ക് പോവുകയാണ്. ആ മനുഷ്യൻ ഒരു സംശയം ഉന്നയിക്കുകയാണ്, എങ്ങനെയാണ് ഈ ജനതയെ ജീവിപ്പിക്കുക? ഇതൊക്കെ സാധിക്കുമോ? അവന് ഒരു ഇരുട്ടിനെ താല്പര്യം തോന്നുക. ഈ നിർജീവമായ ജനതയെ എങ്ങനെ ജീവിപ്പിക്കാൻ സാധിക്കും എന്നാണ് തുടർന്ന് ചോദിക്കുന്നത്. ഒരാൾ സംശയം ഉന്നയിക്കുകയാണ്. അതുപോലെ തന്നെ ഇരുട്ടിൽ കഴിയുന്ന ഒരു ജനതയെ, ഒരു സമൂഹത്തെ, ഒരു വ്യക്തിയെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോരുന്ന കഥയാണ് പിന്നെ പറയുന്നത്. അവൻ കഴുതയായി തീർന്ന ഒരു മനുഷ്യൻ. അതിന്റെ ആകത്തുകയെ പറയുന്നുള്ളൂ. പദാനുപദം പറഞ്ഞപ്പോ ഇനി സമയം കഴിയില്ല. ആകത്തുക, ഒരു മനുഷ്യൻ തകർന്നടിഞ്ഞ ഒരു സംസ്കാരത്തിന്റെ അടുത്തുകൂടി നടന്നു പോവുകയാണ്. ഒരു നാഗരികത തകർന്നടിഞ്ഞ് തരിപ്പണമായിരിക്കാം. തകർന്നടിഞ്ഞ് തരിപ്പണമായ ഒരു ജനതയുടെ, ഒരു സമൂഹത്തിന്റെ അടുത്തുകൂടി ഒരു മനുഷ്യൻ നടന്നു പോയപ്പോൾ, ഒരു വ്യക്തി നടന്നു പോയപ്പോൾ അവനിൽ സ്വാഭാവികമായി ഉണ്ടായ, എങ്ങനെയാണ് മനുഷ്യരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിന് ഉദാഹരണം അവനിലൂടെ തെളിയിക്കുകയാണ് അവിടെ. അവന് സ്വാഭാവികമായി സംശയം ഉണ്ടായി, ഈ തകർന്നടിഞ്ഞ ജനത ഇനി ജീവിക്കുമോ? ഇനി പ്രയാസാണ്. അത്രമാത്രം തകർന്ന അവരുടെ ഒറൂഷുകൾ, അവരുടെ സിംഹാസനങ്ങളും അധികാരങ്ങളും ഐശ്വര്യങ്ങളും മുഴുവൻ തകർന്ന് തരിപ്പണമായി തീർന്ന ഈ ജനതയ്ക്ക് ഇനി ഒരു ലൈഫ് കിട്ടുമോ? സംശയം ഉന്നയിക്കുകയാണ്. അപ്പൊ ആ സംശയാലുവിനെ അവനെ തന്നെ മരിപ്പിച്ചു. അവൻ തന്നെ ഈ വേദതത്വങ്ങൾ അറിയുന്ന മനുഷ്യനായിട്ടും അത് പ്രയോഗത്തിൽ കൊണ്ടുവരാതെ, അത് തന്റെ ജീവിതത്തിൽ പ്രയോഗിക്കാതെ, അത് പ്രവർത്തന രംഗത്ത് കൊണ്ടുവരാതെ, അതിന്റെ മൂല്യം മനസ്സിലാക്കാതെ, അതുകൊണ്ടുള്ള ഗുണം മനസ്സിലാക്കാതെ, അതിന്റെ തത്വസംഹിതകൾ ഉൾക്കൊള്ളാതെ കഴുതയായി ആ മനുഷ്യൻ ഒരുപാട് കാലം അവൻ മരിച്ചു. അവൻ നിർജീവമായി കടന്നു.
അവൻ കഴുതയായി, വേദം ചുമക്കുന്ന കഴുതയായി തീർന്നു അവൻ. അതാണ് നിന്റെ കഴുതത്തരത്തിലേക്ക് നോക്കൂ എന്നാ പറയണത്. മൂപ്പരുടെ കഴുത അടുത്തുണ്ടായിരുന്നു, അതിനെ നോക്ക്. അതിങ്ങനെ ഇംഗ്ലീഷ് സിനിമ ഞാൻ തുടക്കത്തിൽ വന്നത്, ഈ ഇംഗ്ലീഷ് സിനിമയിലേക്ക് അങ്ങനെ കണ്ടിട്ടുണ്ട്. എല്ലൊക്കെ കാണാം, മദ്യയും മാംസൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മലം യഹ്മിലുഹ കമസലിൽ ഹിമാറുണ്ടല്ലോ. വേദതത്വങ്ങൾ കൊടുത്തിട്ട് ആ വേദതത്വങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ അതിന്റെ ഗുണങ്ങൾ, അതിന്റെ വാല്യൂസ്, അതിന്റെ മൂല്യം, അത് ജീവിതത്തിൽ പകർത്തിയാലുള്ള മൂല്യങ്ങൾ, ഗുണങ്ങള്, സമൂഹത്തിനുള്ള ഗുണങ്ങൾ, തനിക്കുണ്ടാകുന്ന പുരോഗതികള്, ഇതൊന്നും മനസ്സിലാക്കാതെ നിർജീവമായ കഴിയുന്ന കഴുതകളാണ് അവർ. അവർക്ക് വേദത്തിന്റെ മൂല്യം അറിയില്ല, വേദത്തിന്റെ തത്വസംഹിതയിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ അറിയില്ല. അതുകൊണ്ട് തനിക്ക് എന്ത് ഗുണമുണ്ട് എന്നറിയില്ല. കാരണം അവന് അറിയില്ല. കഴുതക്ക് ഏട് ചുമക്കാനല്ലാതെ അതിലടങ്ങിയിരിക്കുന്ന തത്വസംഹിതകൾ എന്താണെന്നോ, അത് ജീവിതത്തിൽ പകർത്തിയാൽ തനിക്ക് എന്തൊക്കെ പുരോഗതി കിട്ടുമെന്നോ, തനിക്കും തന്റെ സമൂഹത്തിനും എന്തൊക്കെ ഉയർച്ച കിട്ടുമോ എന്നൊന്നും അവനറിയില്ല. അതാണ് കഴുത. അങ്ങനെ കഴുതയായി അവൻ നിർജീവമായി സംവത്സരങ്ങൾ അവനെ കഴിഞ്ഞുപോയി. സംവത്സരങ്ങൾ ഒരുപാട് അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി. എന്നിട്ട് അവന് വീണ്ടും ഈ ആശയം അനുസരിച്ച് ജീവൻ കൊടുക്കുകയാണ്. അവനോട് പറഞ്ഞു, നിനക്ക് ഉൾക്കൊള്ളാനുള്ള നിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ആമിക്കാവ ശറാബിക്ക, നിനക്ക് ഉൾക്കൊള്ളാനുള്ള നിന്റെ മനസ്സിലാക്കാനുള്ള നിന്റെ ജ്ഞാനത്തിനും നിനക്ക് ഗ്രഹിക്കാനുള്ള അറിവിനും ദൈവികമായ തത്വസംഹിതകൾക്കും ഒരു നാശവും സംഭവിച്ചിട്ടില്ല. നീയാണ് നിർജീവമായത്, നീയാണ് കഴുതയായത്. ഇത് നശിച്ചിട്ടില്ല. അസ്ഥിഭങ്കരമായി തീർന്ന നീ വെറും അസ്ഥിഭങ്കരമായി തീർന്ന നിനക്ക് ശക്തി തന്ന് മജ്ജയും മാംസവും തന്ന് നിന്നെ ഞാൻ സജീവമാക്കുന്നത് കഴുതയായി തീർന്ന വെറും അസ്ഥിഭങ്കരം. അതാണ് എല്ലാം. വെറും അസ്ഥിഭങ്കരമായി തീർന്നു നീ ആശയരംഗത്ത്, വൈജ്ഞാനിക രംഗത്ത്, വേദതത്വങ്ങൾ നടപ്പിലാക്കുന്ന രംഗത്ത് വെറും അസ്ഥിഭങ്കരമായി തീർന്ന നിനക്ക് ഞാൻ നിന്റെ ഈ അസ്ഥിഭങ്കരത്തിന് മജ്ജയും മാംസവും ജീവനും തന്ന് അതിനെ ഞാൻ സജീവമാക്കുന്നത് എങ്ങനെയാണ് എന്ന് നീ ഒന്ന് ചിന്തിക്കും മനുഷ്യ. ഫലം തബയ്യന, അവന് ബോധ്യപ്പെട്ടു. അവന്റെ ജീവിതത്തിൽ തന്നെ അത് ഉൾക്കൊണ്ടപ്പോൾ അവന് ബോധ്യപ്പെട്ടു. അവന് ബോധ്യപ്പെട്ടു. അവൻ പറഞ്ഞു, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിർജീവമായ ജനതകൾക്ക്, അസ്ഥിപഞ്ജരമായ മനുഷ്യർക്ക്, അസ്ഥിപഞ്ജരങ്ങളായിത്തീർന്ന ആശയരംഗത്ത്, വൈജ്ഞാനിക രംഗത്ത്, അധോഗതിയിൽ അസ്ഥിപഞ്ജരങ്ങളായിത്തീർന്ന ജനതതികൾക്ക്, സമൂഹങ്ങൾക്ക്, മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന ഒരു മനുഷ്യന്റെ ഉപമയാണ്. അത് ഉപമ. ഇതാണ് സംഭവത്തെ നോക്കൂ. അതാണ് പിന്നെ പറയുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആ മനുഷ്യൻ വരികയാണ്. അതുവരെ ഇരുട്ടിൽ കഴിഞ്ഞ, അതാണ് അവൻ അള്ളാഹുവിനെ രക്ഷാധികാരിയായിട്ട് കണ്ടു. അതാണ് അള്ളാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അള്ളാഹുവാണ് മനുഷ്യരുടെ രക്ഷാധികാരി. ഭൂമിയിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരുടെ രക്ഷാധികാരി അള്ളാഹുവാണ്. അവരെ ഇരുളുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക്, സത്യത്തിലേക്ക്, നീതിയിലേക്ക്, ധർമ്മത്തിലേക്ക്, നിസ്വാർത്ഥതയിലേക്ക്, ചൂഷണരഹിതമായ അവസ്ഥയിലേക്ക്, ദൈവിക അനുഗ്രഹങ്ങൾ പങ്കിട്ടനുഭവിക്കുന്നതിലേക്ക്, ഐക്യത്തിലേക്ക്, ഇങ്ങനെ ഏതേത് ദൈവികമായ വെളിച്ചങ്ങളുണ്ടോ ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ മനുഷ്യൻ ഇരുട്ടിലേക്കായി, അവൻ നിർജീവമായി. സംവത്സരങ്ങൾ ഇരുട്ടിൽപ്പെട്ടു. അവൻ സംശയിച്ചത് ഏതാനും ദിവസങ്ങളെ ഞാൻ ഇരുട്ടിൽപ്പെട്ടിട്ടുള്ളൂ എന്നാ. ഞാൻ ചത്തു കടന്നത് ഏതാനും ദിവസങ്ങളെ ചത്തിട്ടുള്ളൂ എന്നാ. അല്ല, നീ സംവത്സരങ്ങൾ ഒരുപാട് അതിൽ കഴിഞ്ഞു. പക്ഷെ നീ അറിഞ്ഞിട്ടില്ല. കാരണം അതിന്റെ പ്രായോഗികത അവന് മനസ്സിലായില്ല, അതിന്റെ ഗുണഫലം അവന് മനസ്സിലായില്ല, അതവൻ ഉൾക്കൊണ്ടില്ല, അതിന്റെ തത്വസംഹിതകൾ അവൻ ഉൾക്കൊണ്ടില്ല. അവൻ കഴുതയായി. ഖുർആൻ പറയുന്ന കഴുത, ഇവര് പറയുന്ന കഴുതല്ല. അതാണ് മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹ കമസലിൽ ഹിമാർ. അതാണ് നിന്റെ കഴുതത്തരം നോക്ക് മനുഷ്യ. അതാണ് വൻദുർ ഇലാ ഹിമാരിക. അതാണ് ഇവര് പറയുന്നത്. എന്താണെന്ന് ആയിക്കോട്ടെ, നമ്മളതിൽ തർക്കിക്കാനൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിക്കോളി, ഒരു തർക്കമില്ല. പക്ഷെ ഇന്ന് ഇത് പറ്റുമെന്ന്, ഇതാണെങ്കിൽ ഇപ്പൊ ഇന്ന് പറ്റും.
ജ്ഞാനം നേടി വേദവാക്യങ്ങൾ ഉൾക്കൊണ്ട്, വേദസത്യങ്ങൾ ഉൾക്കൊണ്ട് മനുഷ്യ ജീവിതത്തിൽ അവൻ അസ്ഥിപഞ്ജരങ്ങളായി തീർന്ന, ആശയരംഗത്ത് അസ്ഥിപഞ്ജരങ്ങളായി തീർന്ന ജനതകൾക്കും സമൂഹങ്ങൾക്കും വ്യക്തികൾക്കും ജീവൻ കൊടുക്കാം. അറിവ് ഉൾക്കൊണ്ട് ജീവൻ കൊടുക്കാം, സത്യം ഉൾക്കൊണ്ട് ജീവൻ കൊടുക്കാം, നീതി ജീവിതത്തിൽ പകർത്തി ഉൾക്കൊണ്ട് ജീവൻ കൊടുക്കാം. അവന്റെ സ്വാർത്ഥതകളെ അടക്കി വെച്ച് അവനിൽ നിസ്വാർത്ഥത അവനിൽ വളർത്തിക്കൊണ്ടുവന്ന് അവനിൽ ജീവൻ കൊടുക്കാം. ഇങ്ങനെ ദൈവികമായ ഏതേത് മൂല്യങ്ങളുണ്ടോ ആ മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അസ്ഥിപഞ്ജരങ്ങളായി തീർന്ന, കഴുതകളായി തീർന്ന മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ ഈ ആയത്ത് ഇന്ന് പ്രസക്തമാണ്. അവര് പറയുന്ന കഥയാണെങ്കിലോ നമുക്കിപ്പോ വിട്ടാം, ആ ആയത്ത് വിട്ടാം. ഇനി വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോയ ഒരു മനുഷ്യൻ, വൈദക്കാല ഇബ്രാഹിം റബ്ബി അരിനി കൈഫ തുഹീൽ മൗത. ആദ്യം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് പോയതാണ് ആദ്യം വന്നത്. അത് ഞാൻ വിട്ടിട്ടാണ് ആ രാജാവുമായിട്ടുള്ള ഹജ്ജ് നടത്തിയത്. പദാനുപദം പറഞ്ഞിട്ടില്ല ഞാൻ, ഇനി വേണമെങ്കിൽ പറയും ചെയ്യാം. രണ്ടുദാഹരണമാണ് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്ന രണ്ടുദാഹരണം പറഞ്ഞു. അത് ഒന്ന് ഇബ്രാഹിമിന്റെ. ഇബ്രാഹിം പറയാണ് എങ്ങനെയാണ് ഈ ജനതയെ ഒന്ന് ജീവിപ്പിക്കാൻ. മൂപ്പർക്ക് പരിചയമില്ലാത്തൊരു ജനതയാണ്. ആ ജനതയുടെ അടുത്തുകൂടി ഇവർക്ക് പരിചയമുള്ള ജനത തന്നെയാണെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. പരിചയമില്ലാത്ത ഒരു ജനത ആകാൻ ആ ചോദ്യത്തിന് മനസ്സിലാകുന്നുണ്ട്. എങ്ങനെ ഈ കൗമിനൊരു ജീവൻ കൊടുക്കാൻ എനിക്ക് ഒരന്തമല്ല. എങ്ങനെ ഈ കൗമി ഒരു ജ്ഞാനമല്ല, ഒരു വേദതത്വമല്ല, വെറും അക്രമവും അനീതിയും ചൂഷണങ്ങളും വെറും അന്ധവിശ്വാസവും കേവലം ചില ആചാരാനുഷ്ഠാനങ്ങളും മാത്രം മതമായി, ഇത് മാത്രമാണ് മതം എന്ന് മനസ്സിലാക്കി പരലോകം കാത്തിരിക്കുന്ന ഈ കൗമിന് നീ എങ്ങനെ ഒരു ജീവൻ കൊടുക്കാം? ഇവർക്ക് സംശയം ഉണ്ടായി. അപ്പൊ അവലം തോന്നി, നീ എന്താ ഈ സമാധാനം നൽകാം ആളല്ലേ നീ? അനക്കതിന് വയ്യേ, പറ്റൂല അനക്ക്. അതിന് പറ്റുകയൊക്കെ ചെയ്യും, പക്ഷെ എനിക്കൊരു സമാധാനം കിട്ടാനാണ് ഈ ജനതയും കൂടി ഒന്ന് ജീവിച്ചാ ഒരു ജീവൻ കൊടുത്തവര് സമാധാനമല്ലേ? അതിന് നീ എന്ത് ചെയ്യണം? അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ല, അള്ളാഹ അങ്ങനെ സംഭാഷണം നടത്തല്ല, ഇതിന്റെ പ്രായോഗികത തോന്നുകയാണ്. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ലേ അബൂബക്കറെ അവിടെ റോഡ് വെട്ടിക്കോ. ആ റോഡിന്റെ ആവശ്യകത ഇവന്റെ ചിന്തയിൽ വഹിയായിട്ടുണ്ടായാണ്. ഈ അള്ളാന്നുള്ളത് കുറച്ച് മനസ്സിലായാലും ഇത് വ്യക്തമാകുന്നുണ്ട്. ഇത് എങ്ങനെ ഇറങ്ങി വന്ന് ഇബ്രാഹിം ഇബ്രാഹിം ഇങ്ങനെ ഒരു സംഭാഷണമില്ല മൂപ്പർക്ക് ഇങ്ങനെ തോന്നുന്നത്. അപ്പൊ അതിന്റെ പരിഹാരം മൂപ്പർക്ക് തന്നെ. അത് ദിവ്യമായ ഒരു തോന്നൽ. അതിനിപ്പോ എന്ത് ചെയ്യാം? അതിനിപ്പോ ഒരു പ്രായോഗികമായ വശം എന്താണ്? അർബാത്തമ്മിനത്തൊയിരി 4 പക്ഷികളെ പിടിക്കുക. ത്വയറെന്ന് പറഞ്ഞാൽ സജീവമായ എല്ലാ ഗുണങ്ങളുള്ള, നിരവധി ഗുണങ്ങളുള്ള ആളുകൾക്കാണ് ഈ ത്വയറെന്ന് പറയുന്നത്. ഇപ്പൊ സുലൈമാൻ നബിക്കുണ്ടല്ലോ വല്യംന മന്ദിക ത്വയറ്. ഇവര് പറയുന്നത് സുലൈമാൻ നബിക്ക് മാത്രമല്ല മുഅ്ജിസത്ത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചു, വല്യംന ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാ. വല്യം തൂന്നല്ലോ, എന്നാ മൂപ്പർക്ക് മാത്രമല്ല മുഅ്ജിസത്താന്ന് വെക്കാം. വല്യം തൂ ഞാൻ പഠിപ്പിക്കപ്പെട്ടു. ലൊരിപ്തു എന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കപ്പെട്ടു, ലൊരിബിനാന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിക്കപ്പെട്ടു എന്നാ. അത് സർഫാക്കിനെ വെറുതെ സർഫാക്കിന് ആൾ കേൾക്കാറ്. ലറബിനാണ് 14-ാമത്തിൽ ഞങ്ങൾ എന്നാണ്. എന്നാ പോലെ ഒല്ലിമോന്ന് സർഫാക്കി 14-ാമത്തിൽ ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സുലൈമാൻ നബിക്ക് മാത്രമല്ല വെച്ചിട്ടായ നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മന്ദിക്കത്തൊയിരി, തൊഴിറിന്റെ സംസാരം. സംസാരം എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ വർത്തമാനാണ്. എന്തിക്കു അനിൽ ഹവ എന്ന് പറഞ്ഞല്ലോ. മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ ഇച്ഛയോട് സ്വന്തം താല്പര്യങ്ങളല്ല ലോകത്തോട് പറയുന്നത്. അപ്പൊ ലോകത്തോടുള്ള അദ്ദേഹത്തിന്റെ സംസാരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വർത്താനം എന്നാണ് അർത്ഥം. അല്ലാതെ പറഞ്ഞ പോലെ നിരവധി ഗുണങ്ങളുള്ള 4 ആളുകളെ നീ പിടിക്ക്, നീ അവരുടെ ഉത്തരവാദിത്വം അവരെ കൊണ്ടുവന്ന് ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കും.
ഫസുറുഹുന്നയിലേക്ക് അവരെ നീ പരിശീലിപ്പിച്ചെടുക്ക്, ട്രെയിൻ ചെയ്തെടുക്കണം. ഒരു പ്രായോഗികമായ തത്വസംഹിത പഠിപ്പിക്കാന്ന് പറയും, അല്ലാതെ ഒരു മാജിക് ഒന്നും ഇവിടെ പഠിപ്പിക്കണില്ല. ഇത് ഖുർആൻ ഒരു മാജിക് ഗ്രന്ഥേ അല്ല. മാത്രമല്ല അതൊരു മുഴുവൻ തന്നെ അല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്. ഒരു വടിയിട്ട് പാമ്പാക്കുന്ന ഒരു മുഴുവൻ, അതിനേക്കാൾ 1000 കോടിക്കണക്കിന് മടങ്ങ് അത്ഭുതമുള്ള മോഴ്ചത്തുകളാണ് അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ ഈ പ്രകൃതിയിലെ ഓരോ അണുവിലുമുള്ളത്. അതാ പറയുന്നത്, അതാണ് മോഴ്ചത്ത്. ഒരു ചെടിയുടെ ഒരു വിത്തിൽ നിന്ന് ഒരു ചെടി, ഡോക്ടർമാരോട് ചോദിച്ചാൽ മതി, മനുഷ്യ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും കോടാനുകോടി മോഴ്ചത്തുകളാണ്, പ്രകൃതിയുടെ അത്ഭുതങ്ങളാണ് അതിലടങ്ങിയിട്ടുള്ളത്. അതാ മോഴ്ചത്ത്, അല്ലാതെ ഒരു വടിയിട്ട് പാമ്പാകലെന്നല്ല. അതൊന്നും ദൈവത്തിന്റെ അമാനുഷികതയല്ല. അതൊക്കെ നിസ്സാരമായ റോട്ടോരത്തെ മാജിക്കുകാരന് ചെയ്യാൻ പറ്റുന്ന പണിയുള്ളൂ. അതൊക്കെ അങ്ങനത്തെ ഒരു മാജിക്കും അല്ല ഇതിൽ പറയണത്. ഇവിടെ പ്രായോഗികമായ ഈ ആശയം പഠിപ്പിക്കാനുള്ള പ്രായോഗികമായ ഒരു രീതി അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. അതാണ് അള്ളാഹു പറയുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രായോഗികമായ ഒന്ന്. ഏതെങ്കിലും രാജ്യങ്ങളിൽ, ആ രാജ്യത്തെ പ്രദേശങ്ങളിലുള്ള നന്മയും നീതിയും സത്യവും കുറച്ചൊക്കെ നീതിബോധവുമുള്ള പ്രവർത്തന നിരതരായ കുറച്ചാളുകളെ നീ ഈ ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ചിട്ട് അവരെ പരിശീലിപ്പിച്ചെടുക്ക്. എന്നിട്ട് നീ എന്ത് ചെയ്യണം? അലാ കുല്ലി ജബലിൻ, പിന്നീട് അജ്ഞതയിലും നിഷേധത്തിലും അക്രമത്തിലും ദൈവം വചനങ്ങളെ നിഷേധിക്കുന്നതിലും മല പോലെ ഉറച്ച ജനതകളിൽ, സമൂഹങ്ങളിൽ ഇവരെ ഓരോരുത്തരെയും നീ കൊണ്ടുപോയി അപ്പോയിന്റ് ചെയ്യും. ഇസ്രായേൽ ജാലാന്ന് അപ്പോയിന്റ് ചെയ്യാൻ നിയമിക്കുക. ആദ്യ നബിനെ പറഞ്ഞില്ലേ, ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ, അതാണ് ജാല. ഇനി ഞാൻ ഒരു ഖലീഫയെ നിയോഗിക്കാനും പോവുകയാണ്. അതാണ് സുമ്മജൽ, നീ ഇവരെ അപ്പോയിന്റ് ചെയ്ത് നിയമിക്ക്. ആരിൽ അലാ ജബലിൻ, പർവ്വതം കണക്കെ ഉറച്ചുപോയ നിഷേധത്തിലും അജ്ഞതയിലും ദൈവവചനങ്ങളെ തള്ളിക്കളയുന്നതിലും മൂടുറച്ച മല പോലെ, എത്ര തള്ളിയാലും എത്ര ഉന്തിയാലും നീങ്ങാത്തത്ര, ഒരു ചലനവും ഉണ്ടാകാതത്ര മൂടുറച്ച സമൂഹങ്ങളിൽ, മല പോലെ ഉറച്ച സമൂഹങ്ങളിൽ ഇവരെ കൊണ്ടുപോയി നീ നിയമിച്ചിട്ട് എന്ത് ചെയ്യണം? നിയമിച്ചു കഴിഞ്ഞാൽ സുമ്മദൂഹന്ന, എന്നിട്ട് വിളിച്ചു, എന്നിട്ട് അവരെ, ആ സമൂഹത്തെ പരിവർത്തിപ്പിച്ചെടുക്കുമ്പോൾ എന്നിട്ട് നീ അവരെ ഒന്ന് ഈ സത്യത്തിലേക്ക്, ദൈവിക മാർഗത്തിലേക്ക് നീ ഒന്ന് വിളിച്ച്. അപ്പൊ എഴുത്തീനൊക്കെ സഹയി, അവരുടെ സഹയി, അത് ഞാൻ കണ്ണൂർ വെച്ച് പറഞ്ഞ സഹയി, അവരുടെ പരിശ്രമങ്ങൾ. ആ കുട്ടി സഹയിനെത്തിയപ്പോൾ, പിതാവിന്റെ കൂടെ അധ്വാനിക്കാനും പരിശ്രമിക്കാനും എത്തിയപ്പോൾ, അതാണ് സഹയി. അല്ലാതെ ഓടി വരികയെന്നല്ല. എവിടെ ഓടി വരും? ഓരോരുത്തർ നടന്നു വരികയെന്നാക്കി. ഇബ്രാഹിം നബിയുടെ മോൻ ഇസ്മായിൽ നടക്കാനായപ്പോ നാക്കി. സഹാൻ എഫർട്ട് എടുക്കുകയാണ്. അവരുടെ പരിശ്രമങ്ങളും അധ്വാനങ്ങളും മുഴുവൻ അവർ ഈ ആശയത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ഇതിന് നൽകാൻ അവർ ഓടി വരുന്നതിന്റെ അടുത്തേക്ക്. അവർക്കിത് ബോധ്യപ്പെടുമ്പോൾ അവരുടെ കയ്യിലുള്ള ഏതൊക്കെ പ്രവർത്തന മേഖലകളുണ്ടോ അതാണ് സഹി. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഈ ആശയത്തിന് വേണ്ടി, ഈ തത്വസംഹിതയ്ക്ക് വേണ്ടി അവരുടെ തന്നെ ഗുണങ്ങൾ കാണുന്ന അവർ തിരിച്ചറിയുമ്പോൾ, ഈ ഗുണങ്ങൾക്ക് വേണ്ടി അവർ മനസ്സിലാക്കുമ്പോൾ, ഈ തത്വസംഹിതകളൊക്കെ ഞങ്ങളുടെ തന്നെ നിലനിൽപ്പിന് ആവശ്യമാണല്ലോ എന്ന് അവർ തിരിച്ചറിയുമ്പോൾ, ഈ തിരിച്ചറിവാണ് മറ്റത് നമുക്ക് എന്തിനാ നിസ്കരിച്ചത്? എനിക്കറിയില്ല എന്തിനാ നിസ്കരിച്ചത്. നാളെ ഹോറുല്യങ്ങളുടെ പിന്നാലെ അടക്കാനാണെങ്കിൽ എനിക്ക് വേണ്ട, കള്ളൊടിച്ചാനാണെങ്കിൽ അതും എനിക്ക് വേണ്ട, ചെറുക്കന്മാരെ കിട്ടാനാണെങ്കിൽ അതും എനിക്ക് വേണ്ട, ഇതൊന്നും എനിക്ക് വേണ്ട. ഇതൊക്കെ നേരെ മറിച്ച് ഇവർക്കിത് ബോധ്യപ്പെടുകയാണ്. ഇത് ബോധ്യപ്പെടണം. എന്തിനാണ് സത്യം? അത് എന്റെ തന്നെ നിലനിൽപ്പിനാണല്ലോ. എന്തിനാണ് ഇവിടെ നീതി? എന്റെ തന്നെ നിലനിൽപ്പിനാണല്ലോ. എന്തിനാണ് ഇവിടെ അക്രമം അവസാനിപ്പിക്കേണ്ടത്? സ്വൈരമായി കടന്നുറങ്ങാൻ തന്നെ. കുട്ടികൾക്ക് വരെ ഉറങ്ങാൻ, സ്കൂളിൽ പോകാൻ സ്വൈരമുണ്ട്. ഞാൻ പറഞ്ഞു, പാകിസ്ഥാൻ ഇവിടുന്ന് വേറിട്ട് പോയത് അലാഹയർ റഹ്മാനെ തമ്പുരാനെ, അത് ആ കേട് ഇവിടെയാണെങ്കിൽ നമ്മളെ കുട്ടികളെ എങ്ങനെ സ്കൂളിൽ പറഞ്ഞേക്കാം?
അലാഹയർ അത് ഇവിടുന്ന് തിരിഞ്ഞു പോയി. അൽഹംദുലില്ലാ, അതിനാണ് അൽഹംദുലില്ലാ അല്ലേ. അതാ പറയുന്നത്, കടന്നുറങ്ങാൻ പറ്റില്ല. എന്താ പറയുന്നത്, ലോകത്ത് മുഴുവൻ ഓപ്പിയവും കഞ്ചാവും വിറ്റ്, ഈ മയക്കുമരുന്നും വിറ്റ്, ഈ തീവ്രവാദം വിറ്റ് നടക്കുന്ന ഒരു ജനത ഇവിടെ ഇതിന്റെ കൂടെ നമ്മളെ തൊഴിലൊക്കെ നിൽക്കാം. അതാണ് ഇത് ഇവരുടെ അസ്തിത്വത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണെന്ന തിരിച്ചറിവും അവനിലുണ്ടാവുമ്പോൾ എഴുത്തീനൊക്കെ സഹായം അവരുടെ പ്രവർത്തനങ്ങൾ സർവവും നിനക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, നിനക്ക് നൽകാൻ വേണ്ടി നിന്റെ കൂടെ അവർ വരും. ഇതൊരു പ്രായോഗികത പഠിപ്പിക്കുകയാണ്. ഇത് എല്ലായിടത്തും കൂടി ഓടി നടന്നിട്ട് ഈ സമൂഹത്തെ ജീവിപ്പിക്കാൻ കഴിയില്ല. അത് ഞാൻ പറഞ്ഞു, ഈ നാട്ടിൽ ഇപ്പോൾ ഒരു പിത്തനക്കാരനുണ്ട്. പിത്തനക്കാരനുണ്ടെങ്കിൽ ഞാൻ താളെ കൊണ്ടുവന്ന് ആ പിത്തനക്കാരനെ തല്ലാന്ന് ഞങ്ങളൊക്കെ പാടെ തന്നെ അവർക്ക് തച്ചോടിക്കും. ആരുടെ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് പറയുമ്പോൾ ആള് തനി പോക്കിരിയേക്കാരും, എന്നാലും നിങ്ങൾ ഓൻ്റെ പറഞ്ഞ എൻ്റെ നാട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ആൾക്ക് വലിയാണ്. നേരെ മറിച്ച് ഇവിടുത്തെ കാര്യപ്പെട്ട ആൾക്കാരെ ഞാൻ വിളിച്ചു കൂട്ടുക, ഇവിടുത്തെ പ്രമുഖരായ കുറച്ച് തൊഴിലുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഇവിടുത്തെ ആളുകൾക്ക് ഇതിന്റെ ആവശ്യകതയും ഈ അക്രമം അവസാനിപ്പിക്കേണ്ട ആവശ്യകതയും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർ ആ നാട്ടില് അവരോട് പറയുമ്പോ അതാണ്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരെ സാധാരണക്കാരിന്ന് തെരഞ്ഞെടുക്കുന്നത്? എന്തിനാ പ്രവാചകന്മാരെ സാധാരണക്കാരിന്ന് തെരഞ്ഞെടുക്കുന്നത്? ഒരു മലക്ക് ഒരു ഉന്നത പോസ്റ്റിലിരിക്കുന്ന ആളെടുക്കാത്തത്? ഉന്നത പോസ്റ്റിലിരിക്കുന്ന ആളെ തെരഞ്ഞെടുത്ത ആൾക്കാർ പറയും, ഓൻ നല്ല വിമാനത്തിലും അതിനിതിനൊക്കെ നടന്നിട്ട് ഓന് സത്യവും നീതി ഇതൊക്കെ പറയാം. നമുക്കിത് നടക്കൂല മക്കൾ. നേരെ മറിച്ച് അവരിൽ നിന്ന് തന്നെ ഒരാളെ എടുത്ത് അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് തന്നെ അറിവ് കൊടുത്ത് അവരെ നയിക്കാൻ അവനെന്നെ പ്രാപ്തനാക്കി. അപ്പൊ പറയാം, ഇപ്പൊ നിങ്ങളിൽപ്പെട്ട ഞാൻ എങ്ങനെ ആക്കി നിങ്ങൾക്ക് ഇതുപോലെ ആയിക്കൂടെ എന്നാണ്. ഇത് ഇവരുടെ ചിന്തയെ അതാണ്. ഇതിന്റെ വേറെ അത് ഒന്നും കൂടി വികസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയെ പറയുന്നത്. ഇത് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള വന്ന ഒരു ഉദാഹരണമാണിത്. ഒരു ജനതയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗനിർദ്ദേശം. നീ ഇവിടുന്ന് ഇങ്ങനെ പോയാൽ ഇതിനോട് ടച്ച് ചെയ്ത് തന്നെ ഒക്കെ പോണത്. എന്തിനി കുറേ പറഞ്ഞാൽ പിന്നെ വിനിമയം വന്നു, ധനം ചെലവഴിക്കണം വന്നു. കാരണം ഒരു ജനതയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സ്റ്റെപ്പ് സാമ്പത്തിക അസന്തുലിതത്വം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം അത് ഇപ്പോ അപ്പുറത്തെ വീട്ടില് ബിരിയാണിയും നെയ്ച്ചോറും പിന്നെ ഇഷ്ടംപോലെ തിന്ന് കുട്ടികൾ കയ്യിലും പിടിച്ച് ഇഷ്ടംപോലെ തിന്ന് നടക്കാം. ഇപ്പുറത്തെ പട്ടിണിയാണ്. ഈ കുട്ടി അവിടെ പോയി വാരുവേ. പിന്നെ ഇവന്റെ ഈ കള്ളത്തരം അത് തട്ടിപ്പറിക്കാനുള്ള വാഞ്ച പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇത് പങ്കുവെക്കപ്പെടുമ്പോ അതിന്റെ ആവശ്യകത ഇവൻ ഇല്ലാതാക്കണം. അവന്റെ വിശപ്പുമാരി പിന്നോ തട്ടിപ്പറിക്കാൻ പോവില്ല. അതാണ് അതിന്റെ പിന്നെ പറയുന്നത്, മനുഷ്യരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള പിന്നീട് സാമ്പത്തിക അസന്തുലിതത്വം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഒരു 10-25 ആയത്തുകളിൽ. പിന്നെ അതന്നെ അത് ചെലവഴിക്കുന്ന ഉപമ, അവർക്ക് കിട്ടുന്ന പ്രതിഫലം, അതിന്റെ ഉദാഹരണങ്ങൾ ഓരോന്നും. പിന്നെ ആ രംഗത്ത് വരുന്ന ഒരു ഇരുട്ടാണ് സാമ്പത്തിക ചൂഷണം, റിബ. അത് പിന്നെ പറഞ്ഞു. ഇങ്ങനെ ഇതൊന്നൊന്നിനോട് കോർത്തുകൊണ്ടാണ് ഖുർആനിന്റെ പോക്ക്. അപ്പൊ ഇതാണ് പറയുന്നത്. അപ്പോ നല്ല നിരവധി ക്വാളിറ്റിയുള്ള ഗുണങ്ങളുള്ള കുറച്ച് അർബഅത്ത് എന്ന ഐശ്വര്യപൂർണമായ കുറച്ച് ആളുകളെ, 4 ആളല്ല, നല്ല ഐശ്വര്യത്തിലുള്ള വിശ്വാസരംഗത്തും ആശയരംഗത്തും പിന്നെ സ്വാർത്ഥത ഇല്ലായ്മയുടെ രംഗത്തൊക്കെ കുറച്ചൊക്കെ ഐശ്വര്യത്തിൽ കഴിയുന്ന, ജ്ഞാനത്തിലും മറ്റു രംഗത്തൊക്കെ കുറച്ചൊക്കെ കഴിവുള്ള കുറച്ച് ആളുകളെ നീ പിടിച്ചിട്ട് സ്വർണ്ണ ഇവര് സ്വർണ്ണ അർത്ഥത്തിൽ 4 കഷ്ണങ്ങളാക്കി 4 മരണപ്പെട്ടേക്കാം. എന്നിട്ടൊന്ന് വിളിച്ച സ്വർണ്ണ പറഞ്ഞു വരും. എന്തിപ്പോ ഇനിയിപ്പോ നമ്മക്കിത് പറ്റുമോ? റോസ്റ്റാക്കാൻ പറ്റുമോ? നീ കൊണ്ടുപോയി മലമ വെച്ചാൽ തന്നെ നീച്ചു വരുമോ? എന്താ ഈ പറയണത്? എനിക്ക് മനസ്സിലായിട്ടില്ല. സുർഹുന്ന ഇലയിക്കാന്നാണ്, നിന്നിലേക്ക്. ഇനിയിപ്പോ ഈ സുർന്ന് പറഞ്ഞ വാക്കിന് കത്തിയെന്നുണ്ട് അമില്ലാന്നുണ്ട് തന്നെ വെക്കാം. കത്തിയെന്ന് അർത്ഥമുണ്ട്, ശരി തന്നെയാണ്. കഷ്ണിക്കുക എന്നർത്ഥമുണ്ട്. അമില്ല എന്ന് പറഞ്ഞാൽ നീ അവരെ പരിശീലിപ്പിച്ച് നിന്നിലേക്ക് ഇണക്കിയെടുക്കുന്നു അർത്ഥമുണ്ട്. 2 അർത്ഥമുണ്ട്. ഇനി നീ അത് ഏതർത്ഥം അവിടെ ശരിയാകാന്നുള്ളത്
ഈ നിന്നിലേക്ക് എന്ന് പറഞ്ഞപ്പോ അത് നിന്നിലേക്ക് അറുക്കുക എന്ന് പറയില്ല എന്നാണ് മുഫസ്സിറുകൾ പലരും പറഞ്ഞത്. നിന്നിലേക്ക് പരിശീലിപ്പിച്ചെടുക്കുക എന്ന അർത്ഥേ ശരിയാവുള്ളൂ എന്നുള്ളതിന് ഇലേക്ക നിന്നിലേക്ക്. അപ്പൊ ഇംഗ്ലീഷിൽ എങ്ങനെ പൂർണ്ണമായിട്ട് അറിയില്ല. അറബി പറ നിന്നിലേക്ക് അറുക്കുക എന്ന് പറയില്ല, നീ അവയെ അറുക്കുക എന്നേ പറയുള്ളൂ. നിന്നിലേക്ക് അറുക്കുക എന്ന് പറയില്ല, നിന്നിലേക്ക് ആകർഷിപ്പിക്കുക എന്നേ പറയുള്ളൂ. അത്ര അവരെ ഈ ജ്ഞാനം, ഇതിന്റെ പ്രായോഗികതയും ഇതിന്റെ ഗുണവും ഇതിന്റെ ആവശ്യകതയും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നിന്നിലേക്ക് എടുത്തിട്ട് പിന്നീട് അവരെ നീ അപ്പോയിന്റ് ചെയ്യും, അവരെ നിയമിക്ക്. ആരിലേക്ക്? ഓരോ മലമുകൾ. ഫിറഔനൊരു അൽജബലാണെന്ന് പറഞ്ഞത്. ഫിറഔൻ ഈ ഇവർക്കത് സാഹിത്യം ഒന്നും പറയാൻ പറ്റില്ല, അല്ലാത്ത സാഹിത്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളിത് പറഞ്ഞാൽ വളഞ്ഞു മൂക്ക് പിടിക്കലാന്ന് പറഞ്ഞു. വെള്ളാനകളുടെ നാട് എന്ന് നാട്ടിലൊക്കെ പറയാം, പക്ഷെ അള്ളാഹ്ക്ക് വെള്ളാനകൾ എന്ന് പറയാൻ പറ്റില്ല. അത് ആനന്യാണ്. അപ്പോട്ടെ, അത് വിഷയം പറയാം. അപ്പൊ അത് അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ തർക്കിക്കൊന്നും വേണ്ട. അതൊന്നും ഒരു 4 പക്ഷികളെ പിടിച്ച് അറുത്ത് റോസ്റ്റാക്കി മലയുടെ മുകളിലൊക്കെ കൊണ്ടുപോയി വെച്ച് വിളിച്ചപ്പോ ഒറ്റ ഓടി വന്നു. ഇത് കണ്ട് ഇബ്രാഹിം നബിക്ക് ഈമാനായി എന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിച്ചോട്ടെ. ഇത് ഓരോ രാജ്യത്തേക്കും അവരുടെ നാട്ടിൽ തന്നെ സ്വീകാര്യമായ നിരവധി ക്വാളിറ്റിയുള്ള ആളുകളെ ഈ ആശയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരിലൂടെ ആ ജനതയെ നീ വിളിക്ക്. അവരെ ഉപയോഗിച്ചുകൊണ്ട് ആ ജനതയെ വിളിക്ക്. അവരെ ആ ജനതയിൽ നിയമിച്ചുകൊണ്ട് അവരിലൂടെയാണ് ഈ ജനതകളെ നീ വിളിക്കേണ്ടത്, നീ ദഅവത്ത് നടത്തേണ്ടത്, നീ ഈ ആശയത്തിലേക്ക് അവരെ വിളിക്കണം. അതാണ് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തി. അതേ ഉദ്ഉന സുമ്മ ദുഉഹുന്ന, പിന്നീട് അവരെ ഉദ്ഉ ഇലാ സബീലി റബ്ബിക, അതേ വാക്കന്നെ നീ അവരെ വിളിക്ക്, ഈ ആശയത്തിലേക്ക് അവരെ വിളിക്കും. മറ്റത് കയ്യൊട്ടെന്നാ പറയാ. പക്ഷികളെ വളർത്തി കോഴികളെ കൈയൊട്ടി വിളിക്കാം, അല്ലെങ്കിൽ ബബ്ബാൻ, അല്ലാതെ ഉദുവില്ല. ഇത് ഉദു എന്ന് പറഞ്ഞാൽ ദഅവത്ത് നടത്താനാണ്. പിന്നീട് അവരെ ദഅവത്ത് നടത്തുകയും അപ്പോൾ എഴുത്തീനൊക്കെ സഹയൻ അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നിനക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ആ ജനത മുഴുവൻ നിന്നിലേക്ക് ഓടി വരും. ആ ജനസമൂഹങ്ങൾ നിന്നിലേക്ക് അവരുടെ പരിശ്രമങ്ങൾ മുഴുവൻ നിനക്ക് ഈ ആശയത്തിന് വേണ്ടി സമർപ്പിക്കാൻ അവർ ഓടി വരും. വായിലും അന്നല്ലാഹ അസീസുൻ ഹക്കീം. അള്ളാഹു തത്വജ്ഞാനിയാണ്. ഇതൊരു തത്വമാണ് പഠിപ്പിക്കുന്നത്. അള്ളാഹു മാജിക്കുകാരനാണ് എന്നല്ല. ഇന്നല്ലാഹ അസീസുൻ ഹക്കീമുൻ. അള്ളാഹു ഇസ്സത്തുള്ളവനും ഹിക്മത്തുള്ളവനാണ്. ഇതൊരു ഹിക്മത്താണ്. അതാണ് ഉദു ഇലാ റബ്ബിക ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി. ഇതൊരു ഹിക്മത്താണ്. ആൾക്കാരെ വിളിക്കാനുള്ള ഒരു ഹിക്മത്താണ് ഇത്. ആൾക്കാരെ ഈ സത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഹിക്മത്ത് പഠിപ്പിക്കുന്ന അള്ളയാണ്. അതാണ് ഇന്നല്ലാഹ അസീസുൻ ഹക്കീം. അതാണ് ഓരോ വിശേഷണങ്ങളും പറഞ്ഞിട്ട് അള്ളാന്റെ ഓരോ ഗുണം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ പറഞ്ഞ സംഗതി അതായതുകൊണ്ടാണത്. ചിലപ്പോ അള്ളാഹു റഊഫുർ റഹീം എന്ന് പറയും, ഒരു കരുണയെ കുറിച്ച് പറഞ്ഞിട്ടാണ് അത് പറയാം. ഇന്നല്ലാഹ അലീം എന്ന് പറയും, ഒരു ഇൽമു പറഞ്ഞു കൊടുത്തിട്ടാണ് അലീം എന്ന് പറയാം. ഇതൊരു ഹിക്മത്ത് പറഞ്ഞു കൊടുത്തിട്ടാണ് അള്ളാഹു ഹക്കീമാണ് കേട്ടോ. ഇവർ പറഞ്ഞ അർത്ഥത്തിനാണെങ്കിൽ അള്ളാഹു ഒരു മാജിക്കുകാരനാണ് കേട്ടോ എന്ന് വഴലം നീ അറിയണം എന്നാണ് പറഞ്ഞത്. വഴലം നീ അറിയണം അന്നല്ലാഹ സാഹിറുൻ, അള്ളാഹു ഒരു സാഹിറാണ് എന്ന് നീ അറിയണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഒരു ജനതയെ നേരാക്കിയെടുക്കാനുള്ള ജ്ഞാനമാണ് ഈ ഖുർആൻ. ഇത് മനസ്സിലാക്കാം, ഇതനുസരിച്ച് ജീവിക്കാം, ഇത് സമൂഹത്തിന് ഗുണകരമാക്കി മാറ്റണം. ഇതിപ്പോ എന്താ പതിവ് എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കാൻ പോവുക. അത് ഞങ്ങൾ വരുമ്പോ പറയും ഇത് കേൾക്കാൻ പോവുക. പറയുന്നത് നന്നായെങ്കിൽ പറയുന്നു നല്ല ക്ലാസ് ആയിട്ട് വരും, മോശമായെങ്കിൽ പറയും ഇന്നിപ്പം മൂപ്പരക്ക് കാര്യമായിട്ടൊന്നും പറയും. ഇതിനാണെങ്കിൽ ഞാൻ എന്റെ ദൗത്യം ഏതായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന പണി ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതെന്തെങ്കിലും ഇത് മനുഷ്യരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങളുടെ സഹായികൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഇത് ചെയ്യാം. ഇത് നമ്മുടെ അടുത്ത തലമുറയുടെയും നിലനിൽപ്പിനാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, എന്തെങ്കിലും മനസ്സിലായി. ഇത് ആഹാരമൊക്കെ പോട്ടെ, ആഹാരം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ. ഈ ദുനിയാവിൽ തന്നെ നമ്മളെ മക്കള് സമാധാനത്തോടു കൂടി കടന്നുറങ്ങണോ? ഈ സമാധാനത്തിന്റെ പ്രത്യയശാസ്ത്രം
ഇവിടെ പ്രചരിപ്പിച്ചേ മതിയാവും. ഈ ഉസ്താദുമാരുടെ ഈ വിപ്രം തോയെന്നല്ല. ഞാൻ ചോദിച്ചു, 50 കൊല്ലായിട്ട് വിപ്രം തോയം നടന്നിട്ട് എത്തിയെ കിട്ടി? ഒന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഈ വരുമ്പോ ബസ്സിൽ ചോദിച്ചു, ഈ ബസ് ഇപ്പൊ ഏത് ദോയക്ക് കിട്ടിയ? മൊബൈലിങ്ങനെ ചോദിച്ചു, ബസ് ഇപ്പൊ ഏത് ദോയക്ക കിട്ടിയത്? ഇത് യൂറോപ്പിൽ ഏതോ ഒരു പൊട്ടം കള്ളു കുടിച്ചിട്ട് ഇന്ന് ചിന്തിച്ചപ്പോ കിട്ടിയതാ, അല്ലാതെ ഒരു ദോയക്കം കിട്ടിയതല്ല. ഇതാണ് മനുഷ്യന്റെ അറിവ് ഉപയോഗിക്കാനായിട്ട് പറയും. ചിന്ത ഉപയോഗിക്കുക, ജ്ഞാനം ഉപയോഗിക്കുക. അവന്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ സമാധാനപൂർണമായിട്ട് കെട്ടിപ്പടുക്കേണ്ട ജ്ഞാനങ്ങളാണിത്. വേദപ്രവാചകന്മാരും വേദങ്ങളും ഒക്കെ വന്നത് അതിനാണ്, അവരുടെ ജീവിതം നേരാക്കിയെടുക്കാൻ. ഈസ വന്നതിനാണ്, മൂസ അതിനാണ്, മുഹമ്മദ് വന്നതിന് അതിനാണ്, അമ്പിയാക്കന്മാരൊക്കെ നിയോഗിക്കപ്പെട്ടത് അതിനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മയിൽ ജീവിക്കാനും ഖുർആൻ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും നന്മ സമൂഹത്തിന് ചെയ്തു കൊടുക്കാനും നാം തയ്യാറാകണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.